എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങൾ കാണുന്നത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് പ്രസൻസ് അമൃത് വേണി ഹെയർ എലിക്സർ ഫ്ലവേഴ്സ് 1 കോടി. നമ്മുടെ മനസ്സിനെ മതിച്ച വളരെ സങ്കടകരമായ ഒരു കാര്യം പ്രേക്ഷകരെ ഞാൻ പിന്നെയും ഓർമ്മിപ്പിക്കുന്നു. 9 മാസക്കാലം നിങ്ങൾ പിന്നോട്ട് നടക്കുക. കൊട്ടാരക്കര താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു കൊലപാതകം നടന്നു. ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടു. നിങ്ങൾക്കറിയാം, ഹൗസ് സർജനായിരുന്നു ഡോക്ടർ വന്ദനാദാസ്. ഒരു നരാധമൻ കുണ്ടറ നെടുമ്പന സ്കൂളിലെ അധ്യാപകനായ സന്ദീപ് എന്നൊരു കൊലപാതകിയാണ് ഈ കൃത്യം നടത്തിയത്. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഈ കാര്യത്തിൽ ചർച്ച ചെയ്യാനുണ്ട്. കേരളം മുഴുവൻ ഇപ്പോഴും ഈ സംഭവം ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട്. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇപ്പോഴും കണ്ണീർ തോരാത്ത ഡോക്ടർ വന്ദനദാസിന്റെ പിതാവ് KG മോഹൻദാസ് ആണ്. മലയാളി മനസാക്ഷിയുടെ മനസ്സിൽ ഇപ്പോഴും ചോര പൊടിയുന്ന ഉണങ്ങാത്തൊരു മുറിപ്പാടാണ്. ആതുര സേവനത്തിന്റെ ആത്മസമർപ്പണത്തിനിടയിൽ അക്രമിയുടെ കത്രിക മുനയിൽ വന്ദനാദാസിന്റെ ജീവനും ജീവിതവും പിടഞ്ഞു തീർന്നപ്പോൾ ഈ അച്ഛന്റെ മനസ്സിൽ നിറഞ്ഞെരിഞ്ഞ കനലുകൾ ഇനിയും അണഞ്ഞിട്ടില്ല. മകളുടെ മരണത്തിന് പിന്നിലെ ദുരൂഹതകളിൽ ഇപ്പോഴും ആശങ്കകളുണ്ട് വന്ദനാദാസിന്റെ അച്ഛൻ KG മോഹൻദാസിന്റെ മനസ്സിൽ. CBI അന്വേഷണത്തെ സംസ്ഥാന സർക്കാർ എതിർക്കുന്നതിനെ സംശയത്തോടെ കാണുകയാണ് മകളെ അകാലത്തിൽ നഷ്ടപ്പെട്ട ഈ പിതാവ്. മകളുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള അടുപ്പമുള്ളവർ ആത്മാർത്ഥമായി ഒപ്പം നിൽക്കുന്നതാണ് മോഹൻദാസിന്റെ കരുത്തും കരുതലും. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു ക്രൂരമായ കൊലപാതകത്തിൽ നിരപരാധിയായ ഇരയായി മാറിയ സ്വന്തം മകൾക്ക് നീതി തേടി 1 കോടിയുടെ വേദിയിലേക്ക് KG മോഹൻദാസ്. നമസ്കാരം മോഹൻദാസ്. നമസ്കാരം. നമസ്കാരം ശ്രീകണ്ഠ സാർ. നമ്മളന്ന് കുറച്ചു നേരം ചെലവഴിച്ചൊക്കെ ഞാൻ ഓർമ്മിച്ചു. അങ്ങ് നടന്നു വരുമ്പോൾ കുറച്ചു നേരം ഞാൻ അങ്ങയുടെ വീട്ടിൽ എൻ്റെ ഭാര്യ സമേതനായിട്ട് വന്ന കാര്യം അങ്ങ് ഓർമ്മിക്കുന്നുണ്ടല്ലോ. 4 മണിക്കൂർ ഞാൻ അവിടെ ചെലവഴിച്ചു. എനിക്ക് മനസ്സിലാകുന്നു അങ്ങയുടെ മനസ്സിന്റെ വേദന. വന്ദന അങ്ങയുടെ ഏക മകളായിരുന്നു. അതെ അല്ലേ? എനിക്കൊന്ന് കൊല്ലം അസിസിയ മെഡിക്കൽ കോളേജിലായിരുന്നു MBBS ചെയ്തത്. അത് കഴിഞ്ഞ് ഹൗസ് സർജൻസിക്കാണ് ഈ കൊട്ടാരക്കര താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ വന്നത്. അതെ. ഓക്കെ. അപ്പോൾ എത്ര മാസം കഴിഞ്ഞായിരുന്നു ഈ ഹൗസ് സർജൻസി സംഭവം നടക്കുമ്പോൾ? ഹൗസ് സർജൻസി 8 മാസത്തോളമായി ഈ ഗവൺമെന്റ് ആശുപത്രിയിൽ. അവിടെ തുടർച്ചയായിട്ടല്ല, 2-3 ഹോസ്പിറ്റലിൽ മാറി മാറി ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ചെയ്യണം എന്നുള്ള ഒരു ഡയറക്ഷനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മോള് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായിട്ട് സേവനമനുസരിച്ചോട് പോകുന്നിരുന്നു. ഓക്കെ, ഞാൻ അതിന്റെ വിശദാംശങ്ങൾ വരുന്നു. അങ്ങയുടെ കൂടുന്ന ആരൊക്കെയാ വന്നിരിക്കുന്നത്? കൂടെ എൻ്റെ സഹോദരന്റെ മകൻ ബോബി വിജയൻ. താങ്കൾ കോട്ടയത്ത് തന്നെയാണോ താമസിക്കുന്നത്? അതെ അതെ. ഓക്കെ, അടുത്തടുത്താണോ നിങ്ങൾ? അടുത്തടുത്താണ്. മുട്ടിച്ചിറ ആ സ്ഥലത്തിന്റെ പേര്? മുട്ടിച്ചിറ. ഓക്കെ. താങ്കൾ? അദ്ദേഹത്തിന്റെ വൈഫാണ്. ഓക്കെ. താങ്കളുടെ പേരെന്താ? അനു. താങ്കൾ? ഞാൻ ബിജി, വന്ദനയുടെ അമ്മാവന്റെ ഭാര്യ. ഓക്കെ. അമ്മാവന്റെ ഭാര്യ എന്ന് പറയുമ്പം വന്ദനയുടെ അമ്മയുടെ സഹോദരൻ, അനിയന്റെ ഭാര്യ. ഓക്കെ, ശരി. അപ്പം നിങ്ങളുടെ ഒരു റോളെന്ന് വെച്ചാൽ ഈ വിജ്ഞാനം വഴിമുട്ടുമ്പോൾ സഹായിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നമുക്കതിലേക്ക് വരാം. അപ്പോൾ ശരിക്കും എനിക്കറിയാം, അങ്ങ് വളരെ ലാളിച്ച് നിങ്ങൾ രണ്ടുപേരും, അമ്മ വസന്തകുമാരിയും താങ്കളും വളരെ ലാളിച്ചാണ് വന്ദന എന്നും വളർത്തിയിട്ടുള്ളത്. മാത്രമല്ല ഒറ്റയ്ക്ക് പോലും ഡോക്ടർ വന്ദന എങ്ങും അയക്കില്ലായിരുന്നു അല്ലേ? വണ്ടി ഒരു ബസ്സിൽ പോലും വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഒരു പ്രാവശ്യം മാത്രം ഞങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ആരോടും പറയാതെ കഴിഞ്ഞ വിഷുവിൻ്റെ അന്ന് ബസ്സിൽ കയറി ഏറ്റുമാനൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എൻ്റെ ബ്രദറിൻലോയെ വിളിച്ച് കാറ് കൊണ്ടുവന്ന് ആ കാറിൽ കയറി വീട്ടിൽ വന്ന് ഡോറിൽ മുട്ട് തുറക്കുമ്പോഴത്തേക്കാണ് മോള് ചിരിച്ചോണ്ട് ആശ്ചര്യപ്പെടുത്തുന്നത്. ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് അമ്മ ചെറിയൊരു അടിയും വെച്ചു കൊടുത്തു. ആരോട് യോഗിന് അങ്ങനെ ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞത്, ഞാൻ വരണ്ടെന്നും പറഞ്ഞു ചിരിച്ചു. കഴിഞ്ഞ വിഷുവിൻ്റെ ഒരു 4 മണിയായപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ അതേ ഉള്ളൂ ജീവിതത്തിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്തത്. ബാക്കി എല്ലാ സമയവും നിങ്ങളിൽ ഒരാൾ കൂടെ ഉണ്ടാവും അല്ലേ? അതല്ല, എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഏതോ ഒരു സ്ഥലത്ത് MBBS പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു
നിങ്ങളെ കോട്ടയത്തെ വീട് വിട്ടിട്ട് അവിടെ പോയി വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിച്ചു. അവിടെ തന്നെ കൊല്ലത്ത് ആ അസീസിയ മെഡിക്കൽ കോളേജിന് അടുത്ത് തന്നെ ഒരു ഫ്ലാറ്റ് എടുത്ത് അവിടെ 1.5 വർഷത്തോളം അവിടെ താമസിച്ചു. വൈഫ് അവിടെ ആയിരുന്നു. ഒന്നിനാടൻ പ്രാവശ്യങ്ങൾ ഞങ്ങൾ അവിടെ ചെല്ലുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ മോളുമായിട്ട് ഇതുവരെയും ഒരു ദിവസം പോലും അകന്നു കഴിഞ്ഞിട്ടില്ല. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ അവിടെ പോയി അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്ന് കരുതി മോളുടെ അമ്മ, എൻ്റെ ഭാര്യ വസ്തുകുമാരി ഞങ്ങളുടെ പോയി ഒരു ഫ്ലാറ്റ് എടുക്കുകയും അത്യാവശ്യമുള്ള ഫർണിച്ചറൊക്കെ മേടിച്ച് അവിടെ താമസിക്കുകയും ആഹാരമൊക്കെ പാകം ചെയ്യുകയും കൂട്ടുകാരും ഒക്കെ വരുമ്പോൾ അവിടെ നിന്ന് ആഹാരം കൊടുത്തു വിടുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ രാവിലെയും വൈകുന്നേരവും ഓട്ടോറിക്ഷയ്ക്ക് പോയി കോളേജിൽ പോകും, തിരിച്ചു വരും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മകളോട് അവസാനം സംസാരിച്ചത് എപ്പോഴായിരുന്നു അങ്ങ്? ഞാൻ അവസാനം സംസാരിച്ചത് 9-ാം തീയതി വൈകുന്നേരം ഒരു 7:15 മണിക്കാണ്. സംഭവം അടുത്ത ദിവസമാണ് ഇത് സംഭവിച്ചല്ലേ? 10-ാം തീയതി ആയിരുന്നു 10-ാം ഈ തീയതി സംഭവം നടന്നത് അല്ലേ? 10-ാം തീയതി വളരെ പുലർച്ചെ 4 മണിക്ക് ശേഷം. 4 മണിക്ക് ശേഷമായിരുന്നു. 9-ാം തീയതി രാത്രി മോള് വിളിച്ചു. 7:15 മോള് വിളിച്ചു. കുറെ നേരം സംസാരിച്ചോ? അത് കുറെ നേരം സംസാരിച്ചു. 1-2 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ എടുത്തത്. അപ്പൊ ഞാനത് കഴിഞ്ഞ് വിളിച്ചു, എന്താണ് ഞാൻ പല പ്രാവശ്യം വിളിച്ചല്ലോ, ഏതാ എടുക്കാതെന്ന് പറഞ്ഞിങ്ങനെ പരാതി പറയുന്നല്ലേ പറഞ്ഞു. എവിടെയായിരുന്നു ചാച്ചനൊക്കെ എവിടെയായിരുന്നു, അമ്മ എവിടെയായിരുന്നു? അപ്പോൾ വിളിച്ച് സംസാരിച്ചു. അപ്പം പറഞ്ഞു ഇങ്ങനെ എനിക്ക് രാവിലെ OP കഴിഞ്ഞ് കോവിഡ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. കോവിഡ് ഡ്യൂട്ടിക്ക് മറ്റാരും പോകാത്തതുകൊണ്ട് ഞാൻ തന്നെ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഇനി 6 മണി വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 8 മണിക്ക് വീണ്ടും ഡ്യൂട്ടിക്ക് കയറുകയാണ്. അപ്പോൾ 8 മണി കഴിഞ്ഞാൽ എന്നെ വിളിക്കരുത്, ഇനി അടുത്ത നാളെ രാവിലെ 8 മണി കഴിഞ്ഞാൽ വിളിക്കും, ഭയങ്കര തിരക്കാണ്, ഇവിടെ പോലെ മഴയും ഉണ്ട്, അതുകൊണ്ട് വിളിക്കരുത് എന്ന് പ്രത്യേകം ഞങ്ങളോട് പറഞ്ഞിരുന്നു. ശരിക്കും മകളെ സംബന്ധിച്ചിടത്തോളം ഈ 9-ാം തീയതി ഒരു സാധാരണ ദിവസമായിരുന്നു. അത്രയേ ഉള്ളൂ. അന്ന് രാത്രി സംസാരിച്ച കാര്യങ്ങൾ അങ്ങ് ഇങ്ങനെ കൃത്യമായിട്ട് ഓർക്കാൻ കാര്യം? ഞാൻ ഇപ്പൊ എന്റെ മൊബൈലിൽ കിടപ്പുണ്ട്. അതിപ്പോഴും ഉണ്ട്, സേവ് ചെയ്തിട്ടിരിക്കുകയാണ്. സേവ് ചെയ്ത് ഇപ്പോഴുണ്ട്. എപ്പോഴും ഇന്നും ഞാൻ കേട്ടു, ഉച്ചയ്ക്കും കേട്ടു. തീർച്ചയായിട്ടും ഈ ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ടാകും. നമുക്ക് ഇതുവരെ ആ ശബ്ദം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങയുടെ എന്ന് വെച്ചാൽ അങ്ങയുടെ പൂർണ്ണ മനസ്സോടെ ആ ശബ്ദം നമുക്കൊന്ന് കൈമാറിയാൽ ആ ശബ്ദത്തിലൂടെ അവൾ ഈ ജനമനസ്സിൽ ജീവിക്കുമല്ലോ, അതിനുവേണ്ടി മാത്രം. എനിക്ക് സമയമുള്ളപ്പോഴല്ലേ വിളിക്കാൻ. എനിക്കിന്ന് നൈറ്റാ, വിളിച്ചാ എടുക്കണം. ഇപ്പൊ തന്നെ എത്ര പ്രാവശ്യം വിളിച്ചപ്പോഴേ എടുത്തത്. പിന്നെ നൈറ്റാന്നും പറഞ്ഞ് രാവിലെ ഇല്ലാണ്ടിരിക്കുവോ? 7:30 ആയപ്പോ ഇറങ്ങി അച്ഛാ. 7:30 മുതല് 7:30ക്ക് ഇറങ്ങി. ഇവിടെ 8:30 ആയപ്പോ 8:30 OP കയറി. OP എനിക്കിന്ന് കോവിഡ് ഡ്യൂട്ടി ആയിരുന്നു. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. വൈകുന്നേരം ഇനി എന്തായാലും പിന്നെ പോയി കഴിക്കണം. ഞാനും ഷിബിനിക്കയും 8 മണിക്ക് ശേഷം വിളിക്കല്ലേ. 8 മണി ഇവിടെ ഭയങ്കര തിരക്ക്. 8 മണിക്ക് ശേഷം എനിക്ക് ഡ്യൂട്ടി ഉള്ളത്. 8 മണി തൊട്ട് രാത്രി 8 തൊട്ട് ഡ്യൂട്ടി. അതിനുശേഷം വിളിക്കരുതെന്ന്. ഭയങ്കര പേഷ്യൻസ് ആയപ്പോ അവിടെ, അത് മഴയും കൂടെ ആയതുകൊണ്ട്. ഡോക്ടർ വന്ദന വളരെ ഹാപ്പിയായിരുന്നു. വളരെ സന്തുഷ്ടിയായിരുന്നു. ഡ്യൂട്ടി ഉണ്ട്. എനിക്കൊന്ന് താലൂക്ക് ആശുപത്രിയിൽ ഒരുപാട് രോഗികൾ വരുന്ന സ്ഥലമാണ്. അത് പറഞ്ഞിരുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ തിരക്കാണെന്ന് പറഞ്ഞു. 8 മണി തൊട്ട് അടുത്ത രാവിലെ 8 വരെ ഡ്യൂട്ടിയാണ്. 12 മണിക്കൂർ രാവിലെ ഒരു ഡ്യൂട്ടി. അതും ഈ പറഞ്ഞേക്കുന്നത് യഥാർത്ഥത്തിൽ എന്റെ മോൾക്കായിരുന്നില്ല അന്നത്തെ ആ ഡ്യൂട്ടി. വൈകുന്നേരത്തെ ഡ്യൂട്ടി, ഈ രാത്രി ഡ്യൂട്ടി. വേറൊരു കുട്ടിയുടെ അമ്മയ്ക്ക് ചെറിയ ഒരു കണ്ണിന്റെ ചെറിയ ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ആരും തന്നെ എടുക്കാറില്ല. അങ്ങനെ മോളോട് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തോളാം പറഞ്ഞ. ഡ്യൂട്ടി ആയിരുന്നു അന്ന്. അത് 3-ാമത്തെ ഡ്യൂട്ടി. 3 ഷിഫ്റ്റിൽ നിന്നു. അങ്ങനെ ആരും നിൽക്കാറില്ലാത്തതാ. ശരിക്കും ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞ് എനിക്കൊന്ന് 2-2.5 മണിക്കൂർ കഴിഞ്ഞാണ് അങ്ങ് അറിഞ്ഞതെന്ന് തോന്നുന്നു അല്ലേ? അതെ. കാരണം ഒരുപക്ഷെ എനിക്കൊന്ന് 8:30 മണിയോളം ആയപ്പോഴാണ് ഈ ടെലിവിഷനിലെ ഡോക്ടർ വന്ദന മരിച്ചു. ഞങ്ങൾ അതുപോലും കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് ആ ഒരു സങ്കടകരമായ കാര്യം ടെലിവിഷനിൽ ഞാനാണ് ആദ്യം ചെയ്യുന്നത് എൻ്റെ തോന്നൽ. കാരണം എന്നോടാണ് കിംസിൽ നിന്ന് അറിയിച്ചത് ഇങ്ങനെ ഡോക്ടർ വന്ദന മരിച്ചു എന്നുള്ളത്. വല്ലാത്ത ഷോക്കിംഗ് ആയിരുന്നു. കാര്യം ഞാനൊരു കൊട്ടാരക്കരക്കാരനാണ്. ഈ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ ഒരു സാഹചര്യമൊക്കെ എനിക്കറിയാം. എനിക്ക് പണ്ട് കുട്ടിക്കാലത്ത് ഒരു കുത്തുകൊണ്ട് ഞാൻ ആശുപത്രിയിലായപ്പോൾ എന്നെ ചികിത്സിച്ചതും ഇതേ താലൂക്ക് ആശുപത്രിയിലായിരുന്നു. അങ്ങനെ ആശുപത്രി വാർഡുമൊക്കെ തന്നെ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ ഡോക്ടർ വന്ദനാദാസ് കടന്നുപോയ വേദനയുടെ വഴികളൊക്കെ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലൂടെ ഞാൻ ഈ വാർത്ത പറയുമ്പോഴൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങ് ശരിക്കും ഇത് അറിയാൻ താമസിച്ചു പോയി എന്താണ്? കാരണം അങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ വീട്ടുകാരെയാണല്ലോ ആദ്യം വിളിച്ചറിയിക്കേണ്ടത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ. അതിൻ്റെ ഒരു ദുരൂഹത ഞങ്ങൾക്ക് ഇപ്പം മനസ്സിലാകുന്നില്ല. രാവിലെ 6:50 കൊച്ചു പഠിച്ച മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളാണ് ആദ്യം എനിക്ക് ഫോൺ ചെയ്യുന്നത്. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഒരു ലേഡി പ്രിൻസിപ്പളാണ്. അദ്ദേഹം പറഞ്ഞു ഡ്യൂട്ടിക്കിടെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ വന്ദനയ്ക്ക് വളരെ ചെറിയ കുത്തുകൾ ഏറ്റിട്ടുണ്ട്. ഡോക്ടറെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പെട്ടെന്ന് തന്നെ റെഡിയായിട്ട്
ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഫോൺ ചെയ്യുമ്പോൾ ഏകദേശം എത്ര സമയമായി കാണും? 6:50 അത്രേ ആയിട്ടുള്ളൂ. 6 മണി രാവിലെ. എനിക്ക് ഇത് 4:30 മണിക്ക് എന്തോ ആണ് ഈ സംഭവം നടക്കുന്നത്. അതെ അല്ലേ? 4-4:30 ഇടയ്ക്കാണ് നടക്കുന്നത്. അപ്പം ഇത്രയും മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അറിയിക്കുന്നത്. അതെ, ആരും അറിയിച്ചില്ല. പോലീസ് അറിയിച്ചില്ല, ഹോസ്പിറ്റലുകാരെ അറിയിച്ചില്ല, കൂട്ടുകാരെ അറിയിച്ചില്ല, കൂടുതലുണ്ടാകുന്ന ബൈസ്റ്റാൻഡേഴ്സ് അറിയിച്ചില്ല, ആരും അറിയിച്ചില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡോക്ടർ വന്ദന ഏതാണ്ട് 8:30 മണിയാകുമ്പോഴേക്കും മരിച്ചിരുന്നു. അതെ അല്ലേ? അങ്ങനെ ഞാൻ റിപ്പോർട്ടിൽ പറയുന്നത്. 8:30 മണി. കാരണം എന്നെ അവർ എന്നോട് ഫോണിൽ സംസാരിച്ചു ഇത് ഏതാണ്ട് ഈ സമയത്താണ്. അപ്പൊ ഈ 8:30 മണിക്ക് അങ്ങ് ഏകദേശം അവിടെ എത്തി അല്ലേ? കിംസിലെത്തി. ഈ കിംസിൽ ശരിക്കും ഈ മകൾ മരിച്ചു എന്ന് അറിയാതെയാണോ അങ്ങ് എത്തിയത്? അതെ, അങ്ങ് അറിഞ്ഞിട്ടില്ല. അവിടെ ചെന്നപ്പോഴാണോ അറിഞ്ഞത്? അതെ, പലരും വിളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെ വിളിക്കുന്നുണ്ടായിരുന്നു. അവര് നമ്മളൊന്നും പറയുന്നില്ല. അല്ല, എന്നോട് ഒരു കിംസിലെ ഒരു സഹപ്രവർത്തകൻ എന്നോട് പറഞ്ഞിരുന്നു, അച്ഛനും അമ്മയും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ, അതുകൊണ്ട് നിങ്ങളിപ്പം ഈ ന്യൂസ് ഫ്ലാഷ് ചെയ്യരുത്. ഞാൻ പറഞ്ഞു അവര് ഇത് യാഥാർത്ഥ്യമാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതല്ല, അവരൊന്ന് വന്നോട്ടെ. അങ്ങനെ അങ്ങ് ഈ കിംസ് ആശുപത്രിയിൽ എത്തുന്നത് വരെ ഈ വാർത്ത നമ്മൾ മറച്ചു വെച്ചു. എന്നുവെച്ചാൽ പരിക്കേറ്റ ആശുപത്രിയിലാണ് എന്ന വാർത്ത തന്നെയായിരുന്നു അപ്പോഴും പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങ് ചെന്ന് അങ്ങ് ഈ വിവരം അറിഞ്ഞു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ ഈ വാർത്ത ടെലിവിഷനിൽ വായിച്ചത്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒത്തിരി പേര് പലരും അവിടെ ചെന്നപ്പോഴേ മനസ്സിലായി അല്ലേ? ഇല്ല, അങ്ങോട്ട് കയറി കൊണ്ടുപോയപ്പോൾ കാഷ്വാലിറ്റി ഇല്ലാന്ന് ഉദ്ദേശിച്ചില്ല. ഞങ്ങൾ ചെല്ലുക കയറി കഴിയുമ്പോൾ കൊണ്ടുപോകുന്ന മോർച്ചറിലേക്ക് അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, മോർച്ചറിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഈ പറഞ്ഞേക്കുന്ന മോളുടെ ബോഡി തന്നെ ബൾജ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഗവർണർ ഉൾപ്പെടെയുള്ള ആശുപത്രിയുടെ അധികാരികളുണ്ടായിരുന്നു, IMAക്കാർ മുഴുവൻ പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഗവർണർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ വൈഫ് പറഞ്ഞു, ഇതെന്റെ മോളല്ല, എന്റെ മോൾക്ക് ഇത്രയും വണ്ണയില്ല, എന്റെ മോളല്ല എന്ന് പറഞ്ഞു. അതിന്റെ കാരണമൊക്കെ നമുക്ക് ദുരൂഹതയുണ്ട്. ഇത്രയും പെട്ടെന്ന് ഭയങ്കരമായിട്ട് ബൾജ് ചെയ്തു. തുണിയിൽ വലിഞ്ഞു കെട്ടി പൊതിഞ്ഞാണ് വെച്ചിരുന്നത്. 8:45 ആയപ്പോൾ സംഭവമാണ്. 8:45 ആയപ്പോൾ സംഭവമാണ്. ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഈ ബോഡി ഇത്ര ബൾജ് ചെയ്യുന്നത്? ഈ യഥാർത്ഥത്തിൽ അങ്ങ് പിന്നെ എപ്പോഴെങ്കിലും ഈ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പോയിരുന്നോ? പിന്നീട് പോയിട്ടില്ല. മകളോടെ പഠിക്കുമ്പോൾ അല്ല, മകളോടെ ജോലി ചെയ്യുമ്പോൾ മാത്രമേ താങ്കളവിടെ പോയിട്ടുള്ളൂ. അല്ലെ? അവിടുത്തെ അന്തരീക്ഷമൊന്നും താങ്കൾക്ക് അത്ര പിടിയില്ല. ഇല്ല. സത്യത്തിൽ ഈ കുണ്ടറ, ഈ നെടുമ്പന എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സ്കൂളിലെ അധ്യാപകനായിരുന്നു സന്ദീപ്. ഈ സന്ദീപ് എന്ന് പറയുന്ന ആള് ഒരു മാനസിക വൈകല്യം അനുഭവിക്കുന്ന ആളാണ് എന്നൊക്കെ രീതിയിൽ വാർത്ത വരുന്നിരുന്നു. പിന്നീട് അത് അങ്ങനെയൊന്നും ആയിരുന്നില്ല. മെഡിക്കൽ റിപ്പോർട്ടിലൊക്കെ പറയുന്ന അദ്ദേഹത്തിന് ശാരീരികമോ മാനസികവുമായ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ലഹരി ഉപയോഗിച്ചിരുന്നു എന്നായിരുന്നു ആദ്യം വാർത്തകൾ വന്നിരുന്നത്. ഈ ലഹരി ഉപയോഗിച്ചതിന് ശേഷമാണ് പോലീസുകാരായിട്ട് വഴക്കുണ്ടാകുകയും പിന്നെ ഈ ആശുപത്രിയിലേക്ക് വരികയും അവിടെ ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് അവസാനം അന്ത്യം ഡോക്ടർ വന്ദനയുടെ മരണത്തിൽ കലാശിക്കുകയും ചെയ്തെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വന്ന മെഡിക്കൽ റിപ്പോർട്ടുകളിലൊന്നും അത് കണ്ടില്ല. അതെ, അതിനകത്ത് പല ദുരൂഹതകളും ഉണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ? പല ദുരൂഹതകളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ CBI എൻക്വയറി ആവശ്യപ്പെട്ട് ഒരു റിട്ട് ഫയൽ ചെയ്തത്. അത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ CBI എൻക്വയറി തൽക്കാലം ആവശ്യമില്ലെന്ന് സർക്കാർ വാദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നിന്ന് വിധി വന്നു. CBI എൻക്വയറി അനുവദിച്ചിട്ടില്ല. ഈ സംസ്ഥാനത്തെ പോലീസ് അത് നന്നായി ഈ കേസ് അന്വേഷിച്ചു, പ്രതിയെ പിടിച്ചു എന്ന രീതിയിലുള്ള വാദമായിരുന്നല്ലോ വളരെ അതിശക്തമായിട്ട് തന്നെ സംസ്ഥാന സർക്കാർ കോടതിയിൽ അവതരിപ്പിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങ് ഈ സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തെ വിശ്വസിക്കാതെ പോകുന്നത്? പോലീസിന്റെ എവിഡൻസുകൾ, തെളിവുകൾ എല്ലാം പരസ്പര വിരുദ്ധമാണ്. അവരുടെ FISഉം FIRഉം ഒക്കെ പലതും പല വിധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പോലീസ് സമർപ്പിച്ച കുറ്റപത്രവും അത് കഴിഞ്ഞ് DGP സമർപ്പിച്ച കുറ്റപത്രവും എല്ലാം പരസ്പര വിരുദ്ധങ്ങളാണ്. സമയത്തിൽ 4:30 ഏകദേശം 4:30 അടുത്തുണ്ടായ സംഭവം അവർ 5 മണി കഴിഞ്ഞിട്ടുള്ളതാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ സമയമൊക്കെ തെറ്റായിട്ടാണോ രേഖപ്പെടുത്തി? എല്ലാം തെറ്റായിട്ട് രേഖപ്പെടുത്തി. അവിടെ താലൂക്ക് ആശുപത്രിയിൽ ഇതിന് രേഖ ഉണ്ടാകുമല്ലോ, കാരണം ഇത് എപ്പോഴാണ് സംഭവിച്ചെന്നുള്ളത്. രേഖയുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ആ രേഖകൾ ശരിയല്ല എന്നാണ് സൈബർ സെല്ലിന്റെ അന്വേഷണത്തിൽ മനസ്സിലായത്. ഞാൻ വേറെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ശരിക്കും ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ 9 മാസം കഴിഞ്ഞു. ഈ 9 മാസത്തിനിടെ അങ്ങ് ഈ പുറത്തേക്ക് പിന്നെ വന്ന് കണ്ടിട്ടില്ല നിങ്ങളെ രണ്ടുപേരെയും, അമ്മയച്ഛനെ. നിങ്ങളുടെ ഏക മകളായിരുന്നല്ലോ ഡോക്ടർ വന്ദന. എനിക്കറിയാം, സങ്കടകരമായിട്ട് ഒരു പിതാവും മാതാവും കടന്നു പോകുന്ന വഴികളിൽ മറ്റൊന്നും നിങ്ങളെ സന്തോഷിപ്പിക്കത്തില്ലെന്ന് എനിക്കറിയാം. അതേസമയം അങ്ങേ പിന്നീട് നമ്മൾ ആകെ ഒരു സ്ഥലത്ത് കണ്ടത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടന്ന സമയത്താണ്. അന്നും അങ്ങേ ആരും തിരിച്ചറിഞ്ഞില്ല ശരിക്കും, അല്ലേ? ആരോടും ഈ കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. നമ്മളത് വളരെ സുരേഷ് സാറ് വളരെ കാര്യമായിട്ട് നമ്മളെ ഇവിടെ വീട്ടിൽ പല പ്രാവശ്യം വന്നിട്ട് വിളിക്കാറുണ്ട്, ബന്ധപ്പെടാറുണ്ട്. പലരും വരുന്നത് കൂടി പുള്ളിയും വരാറുണ്ട്. അദ്ദേഹം
നേരിട്ട് വിളിക്കുകയും കാർഡ് അയക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ പറഞ്ഞു വിടുകയും ഒരു വണ്ടി വരെ അറേഞ്ച് കാറ് വരെ എനിക്ക് യാത്ര ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് കാറ് വരെ അറേഞ്ച് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പോകുന്നത്. സുരേഷ് ഗോപിയോട് അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നോ? സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഞാൻ ചോദിക്കുന്ന ഈ പോലീസ് നടത്തിയ എൻക്വയറിയിൽ പാകപ്പിഴകളുണ്ട് എന്ന് അങ്ങേക്ക് ഉത്തരവാദപ്പെട്ട ആൾക്കാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു? അതിന് കോടതിയിൽ എത്തുന്നതിന് മുമ്പ് അതിനാണല്ലോ നമ്മൾ പാകപ്പെടുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പറഞ്ഞേക്കുന്ന കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിന് പെറ്റീഷൻ കൊടുത്തു, ചീഫ് സെക്രട്ടറിക്ക് പെറ്റീഷൻ കൊടുത്തു, DGPക്ക് പെറ്റീഷൻ കൊടുത്തു, കൊല്ലം റൂറൽ SPക്ക് പെറ്റീഷൻ കൊടുത്തു. അപ്പം ഈ നടത്തിയ എൻക്വയറി ശരിയല്ല എന്നും ദുരൂഹതയുണ്ട് എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിന് പുറത്തുള്ള ഏജൻസി അന്വേഷിക്കണം, CBI ഉള്ള ഏജൻസി അന്വേഷിക്കണം എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ട് രജിസ്റ്റേർഡ് പോസ്റ്റിൽ നോട്ടീസ് കൊടുത്തു അല്ലേ? ഇങ്ങനെ സമയത്തിലുണ്ടായിട്ടുള്ള പിഴവുകളല്ലാതെ മറ്റെന്തെങ്കിലും കാര്യമായ പിഴവ് ഈ പോലീസ് അന്വേഷണത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പോലീസ് ആണ് കുറ്റം ചെയ്ത ഈ സന്ദീപിനെ എവിടെയോ ഒരു വീടിന്റെ പരിസരത്ത് നിന്നും പിടിച്ചുകൊണ്ട് വരുന്നത് ഇവരെ പോലീസുകാർ ആദ്യം വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. രണ്ടാമത് വിളിച്ചപ്പോഴത്തേക്കാണ് അവരവിടെ ചെന്ന് കണ്ടുപിടിച്ച്. അപ്പോൾ ഇവർ കുറേ പേര് കൂടി നിൽക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് ഇയാള് ഒരു വലിയ വടിയായിട്ട് അവിടെ ചാരി നിൽപ്പുണ്ട് എന്നുള്ള പോലീസ് റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ നിൽപ്പുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് നിർബന്ധിച്ച് പോലീസുകാരെ പിടിച്ചുകൊണ്ട് വരാൻ ശ്രമിച്ചപ്പോൾ ഇയാളെ ഉടനെ ചാടി കയറി പോലീസ് ജീപ്പിന്റെ അടി കയറി കിടന്നു വടിയുമായിട്ട്. അവിടെ നിന്നാണ് പോലീസുകാർ ഇദ്ദേഹത്തെ അവിടുന്ന് വലിച്ചൂരി എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പോലീസുകാർ പറഞ്ഞു ഞങ്ങൾ പരുക്കുണ്ടെങ്കിൽ ആംബുലൻസ് വിളിച്ചിട്ട് ആംബുലൻസ് കയറ്റി വിടാമെന്ന് പറഞ്ഞു. ഇദ്ദേഹം പറയുന്നത് ആംബുലൻസിൽ പോരിയല്ല, എന്നെ ആരൊക്കെയോ കൊല്ലാൻ വരുന്നുണ്ട്, ആംബുലൻസിൽ പോരിയല്ല, നാട്ടുകാരൊക്കെ എന്നെ ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട്, ഇവിടെ എന്നെ പോലീസ് ജീപ്പിൽ തന്നെ പോകണമെന്നും പറഞ്ഞ് നിർബന്ധിച്ച് പിടിച്ചാൽ വീണ്ടും പോലീസുകാർ അവിടെയുള്ള പുള്ളിയുടെ ഒരു ബന്ധുവും വേറെ അവിടുത്തെ ഒരു പൊതുപ്രവർത്തകരുടെ കൂട്ടി പോലീസ് ജീപ്പെ കയറ്റിയാണ് പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഇവർ തൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞ് നേരെ ഈ കക്ഷിയെ രണ്ടുപേര് താങ്ങിപ്പിടിച്ചാണ് കാഷ്വാലിറ്റിന്റെ എൻട്രാൻസിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ ഒരു കാലിൽ വലിയ മുറിവ്, ഒരു കാലിൽ ചട്ടിയുടെ കുഴി ചാടിയാന്നോ എന്തോ ഒക്കെ ഒരു നാട്ടുകാർ എന്തോ പ്രകരിച്ചാണെന്നുള്ള കുഴപ്പമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്ന് കൗണ്ടറിൽ വന്ന് ഇതുപോലെ കൂടുതലുള്ളവർ പറഞ്ഞിട്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ അപ്പം മോൾ അവിടെ ഡ്യൂട്ടിയിലാണ്. ഇപ്പം ഇവർ കാഷ്വാലിറ്റി ഡ്യൂട്ടി ആയിരുന്നു. അതെ, കാഷ്വാലിറ്റി ഡ്യൂട്ടി ഉണ്ടായിരുന്ന മോൾക്കുണ്ടായിരുന്ന ഒരു ഷിബിൻ മുഹമ്മദ് പുള്ളി റെസ്റ്റ് റൂമിലേക്ക് വരുന്നത്. പുള്ളിനെ വിളിച്ചു വരുത്തേണ്ടവിടെ വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ മുറിവുണ്ട്. കാഷ്വാലിറ്റിയിൽ നമ്മുടെ അടുത്ത പ്രൊസീജിയർ റൂമിലേക്ക് കൊണ്ട് മാറ്റി ടേബിളിലേക്ക് കിടത്തി ഇവര് സിസ്റ്റർമാരോടും അറ്റൻഡറോടും പറഞ്ഞത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞ ഉടനെ തന്നെ ഈ പ്രതിയുടെ ഇരുന്ന മൊബൈൽ ഉപയോഗിച്ചു ഈ ഫാൻ മുകളിൽ ഇങ്ങനെ ഫോട്ടോ എടുത്തു ഡോക്ടർ വന്ദനദാസിന്റെ നേരെ വരെ കൊണ്ട് നിർത്തി. എന്നിട്ട് ആർക്കോ ഇദ്ദേഹം അത് സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഡ്രസ് ചെയ്യാനുള്ള പരിപാടിയിൽ നഴ്സുമാരെ പോകുമ്പോൾ മോള് അവിടെ ഡ്യൂട്ടി ഓഫീസർ എന്ന രീതിയിൽ MOA മെഡിക്കൽ ഓഫീസർ അവിടുത്തെ അറസ്റ്റ് ചെയ്യാൻ മുറിയിലേക്ക് പോയി. അപ്പുറത്തന്നെയാണ് അങ്ങോട്ട് അറിയിക്കാൻ വേണ്ടി പോയി. ഈ കൂടുതലുണ്ടായിരുന്ന ഹൗസ് സർജൻ ഷിബിൻ മുഹമ്മദ് ഇങ്ങേർക്ക് കാല് എക്സ്റേ എടുക്കണമെന്ന് മാറി കുറിപ്പ് എഴുതി കൊടുത്ത് ഷിബിൻ പുറത്തേക്ക് നടന്നു പോവുകയും ചെയ്തു. മോള് നേരെ തൊട്ടിക്കുന്ന L ഷേപ്പിലാണ് അപ്പുറത്തുള്ള മുറി ചെന്ന് ഡോക്ടർ പൗർണമിയെ MOA വിവരം അറിയിച്ചു. എന്നാൽ അവർക്ക് നോക്കാം എന്ന് പറഞ്ഞാണ് MOയും ഡോക്ടറും നമ്മുടെ നടന്നു വരുന്ന സമയത്താണ് ഇവിടെ വിഷയമുണ്ടായി എന്നും പറഞ്ഞ് ആരോ വിളിച്ചു പറഞ്ഞ് ഈ പൗർണമി കൊച്ചില്ല തിരിച്ച് ഉടനെ തന്നെ അകത്ത് തിരിഞ്ഞു ഓടി. പൗർണമി മുറിക്കകത്ത് കയറിയിട്ട് പെട്ടെന്ന് ഡോറടച്ച് ഈ പറഞ്ഞേക്കുന്ന അവിടെ വലിയൊരു ഇരുമ്പ് കസേറ്റ് അത് വലിച്ചവിടെ ഇട്ടു, സേഫായി. മോളിങ്ങനെ ഇതൊന്നും അറിയാതെ ഇങ്ങനെ അവിടെ തനിച്ചായി. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞത് ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഹോം ഗാർഡ് ഒരാൾ വണ്ടി ജീപ്പാലുണ്ടായിരുന്നു. പോലീസുകാരെല്ലാം തൊട്ട് മറ്റേ തന്നെ പുറകിൽ തന്നെ ദൂരം നിൽക്കുന്നില്ല. അപ്പൊ ഇയാൾ ഇവിടെ ഇങ്ങനെ ഡ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം ഇത് കൈക്കലാക്കുന്ന കണ്ടുകൊണ്ട് കത്രിക എന്ന് പറഞ്ഞാൽ ഒരു കോട്ടനൊക്കെ കത്രികയാണ്, കൈക്കലാക്കി കണ്ടുകൊണ്ട് അവിടുത്തെ ഹോം ഗാർഡ് ആശുപത്രിയിലെ തന്നെ കത്രികയാണ് അവര് പറഞ്ഞേക്കുന്നത്. അവർ ഡ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോട്ടനം കൊണ്ട് തൂക്കുന്നൊക്കെയാണ്. അപ്പൊ അത് എടുക്കുന്ന കണ്ടോണ്ട് ഹോം ഗാർഡ് ചെന്ന് അലക്സിക്കുട്ടി എന്ന അദ്ദേഹത്തിന്റെ പുള്ളി എക്സ്മിലിറ്ററി ആണ്. പുള്ളി മാത്രം ഇത് റെസ്റ്റ് ചെയ്യാൻ നോക്കി അവരെ പിടിക്കാൻ നോക്കി പുള്ളിനെ തള്ളിക്കൊണ്ട് പുറയിലേക്ക് വന്ന് ഈ പറഞ്ഞ ഒത്തിരി ദൂരമല്ല കുറച്ച് പറയുമ്പോഴത്തേക്ക് കസേരയെ കൊണ്ട് ഇരുത്തിയിട്ടാണ് ഈ പുള്ളിനെ ആദ്യം തലയ്ക്കൊക്കെ ഇതുകൊണ്ട് കുത്തുന്നത്. അപ്പോൾ തൊട്ട് ഒരു 4-5 മീറ്റർ അപ്പുറത്ത് പറയാൻ 4-5 പോലീസുകാർ ഉണ്ട്. അവരെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്, എല്ലാം കാണുന്നുണ്ട്. പക്ഷെ അവരാരും ഒന്നും ചെയ്യുന്നില്ലെന്നാണ്. അവർ ഭയന്നു പോയതാണോ? അതെങ്ങനെയാ പോലീസ് എങ്ങനെയാ സാറേ ഭയന്നു പോകുന്നത്? അവരിതിന്റെ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണത്തിന്റെ പോലീസ് എങ്ങനെയാ ഭയക്കുന്നത്? ഇവന് ഫിസിക്കലി ഇവൻ നല്ല ഫിറ്റ് അല്ല.
ഒരു കാലിന് വലിയ മുറിവ്, ഒരു കാലിന് ഒടി കൊണ്ട് പിന്നെ എങ്ങനെയാ ഈ പറഞ്ഞേക്കുന്ന ഒരു പേടിയെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവരൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞ് ആണ് ഓങ്കാടിനെ കൊണ്ട് ഇവർ വരുമ്പോഴത്തേക്ക് ഇവന് ഇതെല്ലാം കഴിഞ്ഞ് ഇതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായെന്ന് അറിയുന്നത്. അതായത് കൂടുതൽ പോയത് ഇവന്റെ സ്വന്തക്കാരൻ ഒരാൾ വരെ ഉണ്ടായിരുന്നു, ഒരു ബന്ധുവിന്റെ, അയാളെ കണ്ട് ബിനുവും വേറെ കക്ഷി ഉണ്ടായിരുന്നു, ഒരു പിള്ള കുട്ടിയാ. പുള്ളിനെ ചവിട്ട് വേണ്ടി പുള്ളി ഉടനെ പുറത്തേക്ക് വരുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ തടയാൻ നമ്മൾ ബിനുവിനെ ആണ്ട് ചെയ്തു എന്നാണ് പറയുന്നത്. തീർന്ന അത്ര എനിക്ക് അറിവേ എനിക്കുള്ളൂ. ഇയേക്കാണ് കൂടുതൽ സംഗതി പറ്റിയത്, ഓങ്കാടിന്. ഒരു ആംബുലൻസ് ഡ്രൈവറിന് കുത്തേറ്റില്ലെന്ന് ഇല്ല, അത് കൂടുതലുണ്ടായിരുന്നത് പിന്നീടാണോ? അതൊക്കെ പിന്നീടാണ്. അപ്പം ഈ ആംബുലൻസ് ഡ്രൈവർ ഉൾപ്പെടെയാണ് ഇവര് അവിടെ പോയി ഇതിന് കൂടുതൽ ഉണ്ടായിരുന്നവരൊക്കെ. അപ്പൊ തിരിച്ച് ഇവര് വരുമ്പോഴത്തേക്കാണ് മോളെ കാണുന്നത്. നിന്നെയൊക്കെ കൊല്ലുപടി എന്നൊക്കെ പറഞ്ഞാണ്. അത് പോലീസിലെ റിപ്പോർട്ട് എനിക്കറിയത്തില്ല. എന്നിട്ട് ഈ പറഞ്ഞേക്കുന്ന ആദ്യം ഓടിച്ചെന്ന് ഇവിടെ പുറത്തിനൊക്കെ കുത്തുന്നത്. കൊച്ചു പെട്ടെന്ന് പേടിച്ചു പോയപ്പോൾ കൊച്ചു വീണു പോയി ഇവൻ മോളിൽ കയറുന്ന കുത്തു. അല്ല, ഇവരും എന്തെങ്കിലും സംസാരിച്ചോ? ഡോക്ടർ വന്ദന ഈ പേഷ്യന്റിനോട് എന്തെങ്കിലും സംസാരിച്ചോ? ഇല്ല, അതിന് മുമ്പേ തന്നെ ഇവര് ഡ്രസ് ചെയ്യാൻ പറഞ്ഞിട്ട് മോളെ റിപ്പോർട്ട് ചെയ്യാൻ പോയതല്ലേ. ഓക്കെ, തിരിച്ചു വന്നതല്ലേ സംഗതി. തിരിച്ചു വന്നപ്പോഴത്തേക്കാണ് ഈ സംഭവം ഇവിടെ ഏതാനും മിനിറ്റ് നടന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പൊ ഇവരെ ഇവിടെ നടന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം അവനത് ക്ഷീണിച്ച് കഴിഞ്ഞ് ഇവൻ ഈ സിസ്റ്റർ കൊണ്ടുപോയി അവിടെ കൊണ്ട് വാഷ് ബേസിൽ കൊണ്ടുപോയി കഴുകിയിട്ട് ഇരുന്നിടത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഇവരെ കസേര വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവരൊക്കെ എവിടെ നിന്ന് പറഞ്ഞത്. ഇവരെ പുറത്തതിനപ്പം ഈ അലസൂട്ടിനെയൊക്കെ ഇവർ പുറത്തേക്ക് പോയി ഇവർ ചെയ്യണമെന്ന് വെച്ചാൽ പുറത്തേക്ക് പോയ ഉടനെ ഇവരെ പുറത്തുനിന്ന് ഷട്ടർ പൂട്ടി. അപ്പോൾ ഡോക്ടർ അത് മാത്രം അടുത്തുള്ള ബുദ്ധിയിലായിരിക്കും ഇവരത് ചെയ്തത്. അതിലറിയാൻ പറ്റില്ല സാർ. അത് കൂടാതെ അടുത്തുള്ള ഡോക്ടർമാരുണ്ടല്ലോ, ഇയാൾ ചാടി പോകാതിരിക്കാൻ വേണ്ടി വെളിയിൽ നിന്ന് പൂട്ടിയതായിരിക്കും. അതാ സാറേ, ഇതിപ്പോ അവര് പറയുന്നല്ലേ സംഗതി. അവരെങ്ങനെ ചാടി പോയിരിക്കത്തില്ല. ഡോക്ടർ അവിടെ ഉണ്ടെന്ന് അവർക്ക് അറിയാലോ. ഇവർ ചികിത്സിച്ചാണല്ലോ, ഇവർക്ക് എല്ലാവരും കണ്ടതാണ് ഈ അലസുകുട്ടി. ഡോക്ടർ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ അപർണ എന്ന് പറഞ്ഞ ഡോക്ടറും അകത്തുണ്ടല്ലോ. അത് അവരുടെ മുറിക്കുള്ളിലാണ് പൗർണമി. അവർ നേരത്തെ വധ കടിച്ച് സേഫ് ആക്കി. ബാക്കിയുള്ള മെഡിക്കൽ ഓഫീസർ, അവർ മെഡിക്കൽ. ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്ത് ചെറിയ ഈ മുറികളെല്ലാം ഗ്രില്ലുള്ള മുറികളാണ്. ഈ കൗണ്ടർ പോലെ മുറികളെല്ലാം അകത്ത് കയറി എല്ലാം ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. അവിടെ ഡോക്ടർമാരുണ്ടോ, ഈ പറഞ്ഞേക്കുന്ന ഈ ഇയാളുണ്ടോ, ആംബുലൻസ് ഡ്രൈവർ അയാളും ഉണ്ട്, വേറെ ഡോക്ടർമാരുണ്ട്. ഇവരെല്ലാവരും 3-4 പേര്. പിന്നെ അത് കൂടാതെ തന്നെ അവരുടെ കൗണ്ടറിൽ ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു ലേഡിയും ഒരു കുട്ടിയും കൂടി അതിന് കൗണ്ടറിന്റെ അടിയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന CCTV-യിലുണ്ട്. ആരാന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിനകത്തുണ്ട്. അതൊന്നും ഇതിനകത്ത് റിപ്പോർട്ട് പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ ഇവര് എല്ലാവരും പോലീസുകാർ ഇതെല്ലാവരും ദൃക്സാക്ഷികളാണ്. അപ്പൊ ദൃക്സാക്ഷികളായ ഇവര് പറഞ്ഞേക്കുന്ന ഇവരും അതിൻ്റെ അകത്ത് ഈ കുറ്റം ചെയ്തതിന് തുല്യമല്ല. പോലീസിന്റെ ജോലി എന്നാ സാറേ. ഒരു പാവം കുട്ടീനെ ഈ പറഞ്ഞേക്കുന്ന അങ്ങോട്ടിട്ട് ചുറ്റിനും പൂട്ടിയേച്ച് ഒരു സ്ഥലത്തേക്ക് ഓടാൻ പറ്റില്ല. മോളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ ആളെ ചുറ്റിട്ട് ഓടി മുതലടിച്ച് ആരും തുറന്നില്ല. എല്ലാവരും കണ്ടോണ്ടിരിക്കുക ലൈവ്. വാതിൽ തുറന്നത്. പിന്നെ ഇതെല്ലാം സ്വയമായിട്ട് പോയി അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പതുക്കെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. പുറത്ത് വന്ന പോലീസുകാരൊക്കെ സ്വയമായിട്ട് ഇരുന്ന് കുറെ അധികം കുത്തേറ്റ് കഴിഞ്ഞു. കൊച്ചിനെ കിടക്കുവാണ്. അത് കഴിഞ്ഞാണ് പുറത്തുനിന്നുണ്ടായിരുന്ന ഷിബിൻ വന്ന് മോളെ കൈ പിടിച്ച് നടത്തിക്കൊണ്ട് ഈ ഷട്ടറിന്റെ അങ്ങോട്ട് പോകുന്നു. അവിടെയാണ് ഇത് കിടക്കുന്നത്. ഷട്ടറിന് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അപ്പൊ ഈ പോലീസുകാരും ഒക്കെ കയറി ആംബുലൻസ് അവിടെയുള്ള ആംബുലൻസെ കയറ്റി അവരിങ്ങോട്ട് വരും. അതിന്റെ ഫ്രണ്ടിൽ കൂടെ തൊട്ടടുത്തടുത്ത് തന്നെയാ. ഈ മോളും കൂടുതലായ ഷിബിനും കൂടെ കൂടി കൈ കാണിച്ച് നിർത്താൻ വേണ്ടി അവർ നിർത്തിയില്ല. ഓമ്പാടും പോലീസുകാരെല്ലാവരും ഈ ഓങ്കാടിന് കുത്തേറ്റതിനേക്കാൾ മാരകമല്ലേ ഡോക്ടർ വന്ദനയ്ക്ക്? അത് അവർക്ക് അറിയത്തില്ല. അവർക്ക് പോലീസുകാർ ചെയ്തതെന്ന് വെച്ചാൽ പോലീസുകാരും അവരെ ഈ സിസ്റ്റർ കിട്ടി കഴിയുമ്പോൾ ഇവനെ പിടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഇവരിങ്ങനെ പുള്ളി സിനിമാ സ്റ്റൈലിൽ കളരിപ്പറ്റി പോലെ ഇങ്ങനെ കാണിച്ച്. അപ്പൊ ഇവിടെ ചെറിയ പോറിൽ ഏറിട്ട് അവർക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല പോലീസുകാർക്ക്. അപ്പോൾ ഡോക്ടർ വന്ദന കുത്തേറ്റ് കഴിഞ്ഞപ്പോൾ അങ്ങ് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു പിതാവ് എന്നുള്ള നിലയിൽ. അതായത് ഒരു കസേര എടുത്തു പോലും അവന്റെ തലക്കൊരു അടിയടിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ ഇല്ല എന്ന് അങ്ങ് പറഞ്ഞു. അത് അങ്ങനെ ഒരാൾ പോലും അവിടെ കരിവൂർ താലൂക്ക് ആശുപത്രിയാണ്. ഇത്രയധികം രോഗികൾ വന്നു പോകുന്ന സ്ഥലമാണ്. ഇത്രയും പോലീസ് കാഷ്വാലിറ്റിയിലൊക്കെ ഉണ്ട് അവിടെ. എന്നിട്ടും അങ്ങനെ ആരും ധൈര്യം കാണിച്ചില്ല എന്നുള്ള. ധൈര്യം കാണിച്ചത് മാത്രമല്ല സാറേ, ഇവരെ കൂടുതൽ എല്ലാം നിൽക്കുമല്ലോ. അവന് ഫിസിക്കലി അൺഫിറ്റ് ആണെന്ന് ഇവർക്ക് അറിയാമല്ലോ. ഇവരെല്ലാം അതല്ല, അവൻ തളർന്നു അവിടെ ഇരിക്കുവാണ്. അപ്പൊ ഈ യഥാർത്ഥത്തിലെ പോലീസുകാർ അവരുടെ തടി സംരക്ഷിച്ച് അവര് ആംബുലൻസ് കൊണ്ടുപോയി. അതെ, ഞാൻ അങ്ങയുടെ ഒരു സംശയം, എനിക്കും ആ ഒരു സംശയം അന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തോന്നിയിരുന്നു. അതായത് ഈ കൊട്ടാരക്കര താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലാണത്. മിക്കവാറും ഒരുവിധം കാഷ്വാലിറ്റിയിൽ വരുന്ന രോഗികളെയൊക്കെ അവിടെ ശുശ്രൂഷിക്കാൻ കഴിയും, അതിനുള്ള സൗകര്യമുണ്ട്. അവർ പക്ഷേ അടുത്തുള്ള വിജയ ആശുപത്രിയിലേക്കാണ് ഈ ഡോക്ടർ വന്ദനെ കൊണ്ടുപോയത്. ഇപ്പോഴും ഞാനത് 1-2 പേരോട് സ്വകാര്യമായിട്ട് അന്വേഷിച്ചപ്പോൾ ഈ ആശുപത്രി അധികൃതർ എന്നോട് പറഞ്ഞ കാര്യം, ഇവരെല്ലാം തകർന്നുപോയി, മാനസികമായി തളർന്നുപോയി. പിന്നീട് അവർക്ക് അപ്പം ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും എത്ര വലിയ മരണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ കണ്ടാലും തളർന്നു പോകില്ല എന്ന് ജനസമൂഹം കരുതുന്ന ഒരു ഡെസിഗ്നേഷനാണ് ഈ ഡോക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ വിജയ ആശുപത്രി ഒരു സ്വകാര്യ ആശുപത്രിയാണ് കൊട്ടാരക്കര. ആ ആശുപത്രിയിലേക്കാണ് ഡോക്ടർ വന്ദനെ കൊണ്ടുപോകുന്നത്. അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സാറേ. അതിന്റെ കാര്യം അതോടൊപ്പം തന്നെ സാറ് പറഞ്ഞു തീർന്നില്ല. ഇതുണ്ടായി കഴിഞ്ഞ് ഇവര് ആംബുലൻസ് കൈ കാണിച്ചിട്ട് സാറേ സ്വാഭാവികമായിട്ടും ഈ പോലീസുകാരൊക്കെ കൊടുത്ത് കൈ കാണിച്ചല്ലേ ഇവർ നടന്നല്ലേ ഇത് കിട്ടിയത്. ഇവര് നിർത്താതെ പോയെന്ന് പറയും സാറെന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ എന്തിനു വേണ്ടിയാണ്?
എന്റെ മോള് വേണ്ട അതൊക്കെ എന്ന് അങ്ങ് തീരുമാനിക്കുന്നത്. അങ്ങ് വിശ്വസിക്കുന്ന മനഃപൂർവ്വം ചെയ്തതാണെന്നാണോ? അല്ല, അത് മനഃപൂർവ്വം അല്ലെന്ന് പറഞ്ഞാൽ കാര്യം ഈ ഹോം ഗാർഡിനെ വേഗം ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും അവർ. അല്ല സാറേ, ഹോം ഗാർഡിനൊപ്പം തന്നെ ഇതിന് ഇത് തീർച്ചയായിട്ടും അവരൊരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇല്ല, കാരണം ഇത് ഒരു ഡോക്ടർ മാരകമായി അല്ല സാറേ, ഹോം ഗാർഡ് കയറി ഇവരെല്ലാം കയറിയല്ലോ. അപ്പൊ തിരിച്ച് ഇവരുടെ ഫ്രണ്ട് ഇവർ വരുന്ന കൈ കാണിക്കുന്ന ഫ്രണ്ടിൽ കൂടെ പോകുന്നത്. കൈ കാണിച്ചു നിർത്തിയിട്ട് കയറ്റണോ സാറേ? ഞാൻ ചോദിക്കട്ടെ, സംഭവം കഴിഞ്ഞതിന് ശേഷം ഇതിൽ നേരിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സും ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ ഈ ഹോം ഗാർഡ് കൊണ്ടുപോയ പോലീസുകാർ, ചെറിയ രീതിയിൽ സാരമല്ലാത്ത പരിക്കുകളേറ്റ പോലീസുകാർ, ഈ ആംബുലൻസ് ഡ്രൈവർ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവരോട് ആരോടെങ്കിലും അങ്ങേക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നോ? ഇല്ല സാറേ, അവരെല്ലാം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അവരെല്ലാം പോലീസ് പറയുന്നതും അവരുടെ കാര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമേ അവർ ചെയ്യുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. സാർ ഇതിനോട് ഞാൻ ചോദിക്കുന്നത്, അങ്ങ് പറയുന്ന ഒരു വാദഗതിയിൽ എനിക്ക് മനസ്സിലാകാതെ പോകുന്നു. എനിക്ക് അങ്ങയുടെ ഒരു മാനസികാവസ്ഥ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരിതിൽ പ്രതിയല്ല, ഇവരിതിനകത്ത് അകപ്പെട്ടു പോയ സാക്ഷികളോ അല്ലെങ്കിൽ വാദികളോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അവർക്ക് എന്തിനാണ് ഇപ്പോൾ ഡോക്ടർ വന്ദനയെ മരണത്തിലേക്ക് തള്ളിവിടേണ്ട കാര്യം? ആ ഒരു ചോദ്യം ആളുകൾ ചോദിച്ചാൽ അങ്ങ് എന്ത് പറയും? സാറേ, പ്രതിയല്ല എന്ന് പറഞ്ഞാലും കാര്യമില്ല സാറേ. ഇവരുടെ കൺമുന്നിൽ പോലീസിന്റെ ഒക്കെ ജോലി എന്നാ സാറേ? സ്വത്തിനും ജീവനും സംരക്ഷണം തരുന്ന ജോലിയാണല്ലോ അവരുടെ. അങ്ങനെയാണല്ലോ അവരുടെ ഒരു പ്രതിജ്ഞ. ഓത്ത് അങ്ങനെയാണല്ലോ. അപ്പൊ ഇവരെ തൊട്ട് മുമ്പിൽ ഇവിടെ വയ്ക്കുന്ന മോള് വേറെ എങ്ങനെയും കയറില്ല. ആ ഗവൺമെന്റ് ആശുപത്രിയില്ല, ഗവൺമെന്റ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന അവിടെ. അങ്ങനെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, അതായത് സാധാരണ ജനങ്ങളുടെ അല്ലെങ്കിൽ പൊതുവെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് സംവിധാനം ഭയചകിതരായി മാറിയുന്ന ഒരു കുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന് പറയുന്ന അങ്ങയുടെ ഈ വേദന കലർന്ന ഈ ആരോപണം, ഇത് ശരിക്കും അങ്ങ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചിരുന്നോ? ചോദിച്ചു. എന്താണ് അദ്ദേഹം പറഞ്ഞ മറുപടി? ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ ഒരു പ്രതിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് എൻക്വയറിയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, സാറേ അതല്ല, മോള് മരണമായിട്ട് ഇങ്ങനെ 4 മണിക്കൂറോളം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പബ്ലിക്കായിട്ടൊന്നും പറയാനുള്ള സാഹചര്യം അല്ലായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അത് നിങ്ങൾ വേറെ എത്ര മണിക്കൂർ ചികിത്സ താമസിച്ചു അങ്ങയുടെ അഭിപ്രായത്തിൽ? 4 മണിക്കൂർ മിച്ചം. കാര്യം വിജയ ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രാഥമിക ചികിത്സ. അതിന്റെ ഇടയ്ക്ക് ഒന്നും കൂടെ പറയാനുണ്ട് സാറേ. ഇപ്പൊ ആദ്യം എന്നെ മോള് ഇത് കഴിഞ്ഞ് അവരെ നിർത്താതെ പോയല്ലോ. തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഈ ഷിബിന് ഇവിടെ കൊണ്ടുവന്ന് തൊട്ട ഫ്രണ്ടിലെ 8 പോസ്റ്റ് ഉണ്ട് പോലീസ്. അവിടെ കൊണ്ട് ഒറ്റയ്ക്ക് ഇരുത്തി അനാഥമായിട്ട് 1/2 മണിക്കൂർ ഒരു കുഞ്ഞു പോലും വന്നില്ല. അല്ല, ഇവരാരും ഇല്ലായിരുന്നോ ഡോക്ടേഴ്സ്? ഇല്ല, ആരും വന്നില്ല. ഇപ്പൊ ഷിബിൻ കൊണ്ട് പിടിച്ച ഷിബിൻ പുറത്തേക്ക് ഇറങ്ങിയ മോളുടെ കൂട്ടുകാരികളെ വിളിക്കുമായിരുന്നു. ഇങ്ങനെ ഡോക്ടർ ഷിബിൻ പിന്നീട് അങ്ങയുടെ വീട്ടിൽ വന്നല്ലോ, അങ്ങ് ഇത് ചോദിച്ചില്ലേ? ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞേക്കുന്ന കയറ്റി വിട്ടേ പുള്ളി പോയില്ലെന്നാ പറഞ്ഞു. അതെന്തുകൊണ്ടാണ് പുള്ളി പോകാതെ? അതെങ്ങനെയാ സാറേ നമുക്ക് മനസ്സിലായി പറയാൻ? അത് പുള്ളി ആദ്യമൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു, പിന്നെ പറഞ്ഞ പുള്ളി കള്ളത്തിനും പറഞ്ഞ് ഞാൻ പറയുന്നില്ല. ഇതിനകത്തൊരു മനസ്സിലാവായിക എന്താണെന്നറിയാമോ? ഇപ്പൊ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ ഇങ്ങനെ ഒരു നരാധമന്റെ കയ്യിൽ നിന്ന് കത്തിക്കുത്തേറ്റു, അത് നിരന്തരം കുത്തുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു വല്ലാത്ത ജീവനും മരണത്തിനും ഇടയിൽ ശ്വാസം മുട്ടുന്ന ഒരു കുട്ടിയെ തനിച്ചാക്കി ആംബുലൻസിൽ അയച്ചിട്ട് ഇവർ കൊട്ടാരക്കര തന്നെ നിലനിന്നു എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ നമുക്ക് തോന്നിപ്പോകും. സാറേ, അതുകൊണ്ടാണ് നമുക്ക് അറിയേണ്ടത്. അത് തന്നെയാണ് സാറേ, അവിടെ എല്ലാ സംവിധാനമുള്ള പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ എല്ലാ സംവിധാനമുള്ള ആശുപത്രിയാണ് ഈ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി. കാരണം നമ്മൾ ഒരു പരിചയമില്ലെങ്കിൽ പോലും നമ്മൾ കൂടെ അവിടെയുള്ള പെയിൻ ഡോക്ടർ പോലും ഒന്നും ചെയ്തില്ല. അവരൊന്നും കൊച്ചിന്റെ ഒരു കോട്ടൺ കൊണ്ട് പോലും തൂത്തില്ല. സാറേ, ഞാൻ പറഞ്ഞു വന്ന് തീർന്നില്ല. അങ്ങനെ രണ്ടാമത് 1/2 മണിക്കൂർ കഴിഞ്ഞ ഒരു ജീപ്പ് അവിടെ വന്നു. പോലീസ് ജീപ്പാണോ വേറെ ജീപ്പാണ് നടത്തിയത്. ആ പോലീസ് ജീപ്പിലേക്ക് വീണ്ടും കൊച്ചി അവിടെ 1/2 മണിക്കൂറോടെ ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കും, ആരുമില്ല, ഒരു കുഞ്ഞടുത്തില്ല. അത് ഈ നടന്ന് പോലീസ് ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ബ്ലഡ് പോട്ട് ബ്ലഡ് ഇല്ലെന്നൊക്കെ ഇവർ പറയുന്നത്. വെളിയിൽ ഇത്രയും കുത്ത് ബ്ലഡ് ഇല്ലായിരിക്കുമോ സാറേ? എന്നിട്ട് ഈ നടന്ന് അങ്ങോട്ട് കയറി പോലീസ് ജീപ്പെ ചെന്ന് കയറി മോൾ ഒറ്റയ്ക്കാണ് പോലീസ് ജീപ്പെ വിജയ ഹോസ്പിറ്റലിൽ പോകുന്നത്. പോലീസുകാരെ കൊടുത്തില്ല സാറേ. ആലോചിച്ച് നോക്കി, വേറെ ഒരു കുഞ്ഞു പോലും ഇല്ല. അപ്പൊ നേരെ അവിടെ ചെന്ന് അവിടെ ഈ സമയത്തൊക്കെ പോയി അവിടെ എത്ര സമയം എടുത്തുന്നോ എങ്ങോട്ടാ പോയെന്ന് പോലും നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. കാരണം 1.5 കിലോമീറ്ററേ ഉള്ളൂ, ഒരു 2 മിനിറ്റ് കൂടുതൽ വേണ്ട. അതിൽ കൂടുതൽ സമയം എടുത്ത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എവിടെ പോയെന്ന് നമുക്ക് അതിനകത്തൊക്കെ സംശയമുണ്ട്. അത് അവിടെ ചെന്ന് കഴിഞ്ഞ് മോള് ഈ പറഞ്ഞേക്കുന്ന അവിടുന്ന് ഇറങ്ങിയിട്ട് വീണ്ടും നടന്നാണ് അങ്ങോട്ട് പോയി വീൽ ചെയറെ കയറുന്നത്. വിജയാശുപത്രിയിലേക്കും. എന്നിട്ട് പോലും അവിടെ പറഞ്ഞേക്കുന്ന അവിടെ ചെന്ന് കാഷ്വാലിറ്റി. അപ്പം ഇവരെ കാറെല്ലാം പറ്റിയാണ് ഷിബിൻ കൂടുതൽ ചെന്നെന്നാണ് അറിയുന്നത്. പക്ഷെ അത് നമുക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മോള് പറയുന്നത്, എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, എനിക്ക് ശ്വാസം മുട്ടലുണ്ട്, എനിക്ക് എന്നെ ഇൻറ്റിമേറ്റ് ചെയ്താൽ മതി, എൻ്റെ ചിലപ്പോൾ ഇത് ഫ്ലൂയിഡ് എടുത്ത് കളഞ്ഞാൽ മതി. പുള്ളിക്കാരത്തി പറയുക. ഒരു ഒറ്റ എണ്ണം ഒന്നും അനങ്ങിയിട്ടില്ല അവിടെയുള്ളവരാരും. അപ്പോൾ പോലീസുകാർ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നല്ലോ അവിടെ ഉണ്ടായിരിക്കും സാറേ, അതെനിക്കറിയത്തില്ല. അതല്ല സാറേ, അവിടെയൊക്കെ നല്ല ഡോക്ടർമാർക്ക് അവിടെയൊക്കെ ഉണ്ട് സാറേ. കാഷ്വാലിറ്റി ഒന്നും ഇല്ലായിരിക്കുമല്ലോ. കൂടാതെ അന്നേരം ഇപ്പം പോലീസുകാർ ചികിത്സിക്കേണ്ട തിരക്കില്ലായിരുന്നാ പറഞ്ഞു. പോലീസുകാർ ചികിത്സ അവർക്കൊന്നും ഈ പുള്ളിക്ക് അലക്സ് കുട്ടി എന്ന് പറഞ്ഞാൽ ഹോംഗാർഡിലെ വേറെ ആർക്കും വലിയ പറയത്തക്ക സാറേ. എല്ലാ റിപ്പോർട്ടുകളിലുണ്ട്. ഇവർ ഒത്തിരി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രാഥമിക ചികിത്സകളും നൽകിയില്ലേ? തലയ്ക്ക് ഒന്നും നൽകിയായിട്ട് റിപ്പോർട്ടില്ല. ഇവരവിടെ ചെല്ലുമ്പോൾ മോളോട് ചെല്ലുമ്പോൾ ഇവിടെ പുള്ളിക്കാരത്തിയുടെ വൈറ്റൽസ് എല്ലാം ക്ലിയർ ആണെന്ന് റിപ്പോർട്ടിലുണ്ട്. മോളിങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ചെയ്യണ്ട സാറേ, അവർക്ക് തന്നെ പറ്റുമോ? മോള് ജീവന് വേണ്ടി പറയുവാണ്, എനിക്കിതുകൊണ്ട് എന്നെ ഇത് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല, ശ്വാസം മുട്ടലുണ്ടെന്ന്. ശ്വാസം മുട്ടലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നായെന്നറിയാം, അവിടെയുള്ള ഡോക്ടർമാർ അവരാരാണ്ട് പുള്ളി പറഞ്ഞ ഈ ഓക്സിജൻ കൊടുത്തു. അവർ കൊടുക്കാൻ പാടില്ലാത്തായിരുന്നു മനസ്സിലാക്കിയത്. അപ്പൊ കൂടുതൽ അങ്ങോട്ട് സ്റ്റേജ് മോശമായി.
ഒരു എക്സ്റേ എടുക്കണ്ടേ സാറേ? അവിടെ എല്ലാ സാധനം ഉണ്ടോ? അവിടെ വിജയ ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റ് ചെയ്യാതെ മെഡിക്കൽ കോളേജിലോ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞല്ലോ. അഡ്മിറ്റ് ചെയ്തു സാറേ അവിടെ. അവർ അഡ്മിറ്റ് ചെയ്തു. പിന്നെ അവർ റിപ്പോർട്ടല്ലല്ലേ അത് വിജയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാലും അവരാരും പറഞ്ഞിട്ടില്ലെന്നാണ് ബൈസ്റ്റാൻഡേഴ്സ് പറഞ്ഞിട്ടില്ല. ആരാണ് പറഞ്ഞെന്ന് ആർക്കും അറിയത്തില്ല. അവിടെ പോകാനും ആരും പറഞ്ഞിട്ടില്ല. പോകാൻ ആരും പറഞ്ഞെന്നാണ് ടോപ്പ് മുകളിൽ നിന്ന് ആരാണ്ട് വിളിച്ച് പറയുന്നത്. ആരാ സാറേ മുകളിലൂടെ? ദൈവം ആളുടെ മുകളിൽ ഇരിക്കുന്ന ആള് ഞാൻ വിശ്വസിക്കുന്നത്. വേറെ ആരാ വിളിച്ചു പറയുന്നത്? കൊച്ചിനെ ആരും ഒന്ന് ഡയഗ്നോസ് ചെയ്യേണ്ട സാറേ. ഇത് ഒരു എക്സ്റേ എടുക്കണ്ടേ, ഒരു ECG എടുക്കണ്ടേ? വേണ്ട, അവർ ഈ പറഞ്ഞ എന്തെങ്കിലും സ്കാൻ അവിടെ എല്ലാ സംവിധാനവും ഉണ്ടോ? അല്ലെങ്കിൽ മറ്റൊരു കാര്യം അങ്ങ് ചോദിച്ചിരുന്നു. കാര്യം കൊട്ടാരക്കരയിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ ഉള്ളൂ കൊല്ലത്തേക്ക്. 20 കിലോമീറ്റർ മെഡിക്കൽ കോളേജിനും അത്രയൊക്കെ ദൂരം ഉള്ളൂ. എന്നാൽ ഗോകുലത്തിലേക്കാണെങ്കിൽ ഏതാണ്ട് 70 കിലോമീറ്റർ അധികം ഉണ്ട്. 67 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഇത്രയും കിലോമീറ്റർ അകലെയുള്ള ഒരു മെഡിക്കൽ കോളേജിലേക്ക് ഇയാളെ ഇങ്ങനെ ഇത്രയും സീരിയസ് സ്റ്റേജിലായിട്ടുള്ള ഒരാളെ കൊണ്ടുപോകാൻ ആരാ തീരുമാനിച്ചെന്ന് എനിക്കറിയാം. അറിയത്തില്ല. അത് തന്നെ നമ്മൾ ഇപ്പോഴും സംശയിക്കുന്നത്. അത് കൂടുതൽ ചികിത്സ കുറച്ചുകൂടെ കിംസിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. കൂടുതൽ ചികിത്സ വേണം വേണ്ടതെന്ന് എങ്ങനെയാണ് അത് ഡയഗ്നോസ് ചെയ്ത്? ഇപ്പൊ ഈ പറഞ്ഞേക്കുന്ന മോളിൽ നിന്ന് പറഞ്ഞാൽ അപ്പൊ കൊച്ചിന്റെ അവിടെ കോളേജിൽ പഠിക്കുന്ന നമ്മള് അസംബ്ലി പറഞ്ഞ കേട്ടത്. അവിടെ ഇരുന്നുകൊണ്ട് അവരെങ്ങനെയാ സാറേ മോളുടെ ഈ വൈറ്റൽസ് ഒക്കെ നോക്കുന്നത്? എവിടെയെങ്കിലും ചെക്ക് ചെയ്യണമല്ലോ, ചെക്ക് ചെയ്യണ്ടേ? അപ്പൊ അങ്ങനെ അറിയാതെ ഇരിക്കുമ്പോഴത്തേക്ക് എങ്ങനെ ഫോണിൽ കൂടെ ഒരാളെ വിളിച്ചു പറയുകയോ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറയുന്നതിനകത്ത് എവിടെയെങ്കിലും ശാസ്ത്രീയമായിട്ട് അത് ശരിയാണോ സാറത്ത് പറഞ്ഞേ? പിന്നെ എങ്ങനെയാ മോൾക്ക് സീരിയസ് ആണെന്ന് എങ്ങനെയാ അവർ അറിഞ്ഞത്? ഇവര് പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ. എന്നിട്ട് അത് കൂടാതെ തന്നെ അവിടെ കൊച്ചിന്റെ കോളേജിൽ ഉണ്ടായിരുന്ന ഒരു ഫിറോസ് എന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഈ ഫോറൻസിക് കൊച്ചിനെ പഠിപ്പിച്ചില്ലെങ്കിൽ അങ്ങനെ എൻ്റെ വീട്ടിലും വന്നായിരുന്നു. അങ്ങേര് പറഞ്ഞു വന്ദനയുടെ കൈ പിടിച്ച് എന്നെ പറഞ്ഞു, എൻ്റെ ഡോക്ടറെ എന്നെ രക്ഷിക്കണം, എൻ്റെ അച്ഛനെ അമ്മയെ നോക്കാൻ വേണ്ടി ഞാൻ മാത്രമേ ഉള്ളത്. കരഞ്ഞു പറഞ്ഞു. പുള്ളി എൻ്റെ വീട്ടിൽ വന്നിരുന്നു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഇത് പുള്ളി ഒന്നും പറഞ്ഞതാണ്. പക്ഷെ അതിനൊന്നും രേഖകളൊന്നുമില്ല. പിന്നെ ആര് പറഞ്ഞതെന്ന് ചോദിച്ചാൽ എങ്ങനെയാ സാറേ ഇത് പറയുന്നത്? ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ വേറെ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെയാ സാർ ഡയഗ്നോസ് ചെയ്യുന്നത്? ഓക്കെ, അങ്ങോട്ടുണ്ട്. അതുപോട്ടെ, ഈ തൊട്ടടുത്തുള്ള ഇതുണ്ടല്ലോ ഗോകുലം മെഡിക്കൽ കോളേജ് 16 കിലോമീറ്ററേ ഉള്ളൂ, വലിയ മെഡിക്കൽ കോളേജ് അല്ലേ. അപ്പൊ ഇതിന്റെ അപ്പുറത്ത് ഈ പറഞ്ഞേക്കുന്ന ആരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉണ്ട്, അവിടെ 10-12 കിലോമീറ്റർ അങ്ങോട്ട്. കൊച്ചു പഠിച്ച മെഡിക്കൽ കോളേജ് പണ്ട് അങ്ങോട്ടും കൊണ്ടുപോയില്ല. ഇവിടെയൊക്കെ സർജറീസ് ഉള്ളതാണ്. അത് കഴിഞ്ഞ് ഇവിടെ ട്രാവൻകൂർ മെഡിസിറ്റി ഉണ്ട്, വലിയ മെഡിക്കൽ കോളേജ്, അവിടെ കൊണ്ടുപോയില്ല. ഇത് കൂടാതെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒത്തിരി ഉണ്ട് സാറേ ആദ്യങ്ങളുടെ ഭാഗത്ത്. ഹിംസ് ആശുപത്രിയിലേക്ക് പോകുമ്പോഴേ ഈ ആംബുലൻസിൽ കൂടെ ഉണ്ടായിരുന്ന ആരായിരുന്നു? 2-3 കുട്ടികളുണ്ടായിരുന്നു, 3 പേരുണ്ടായിരുന്നു എന്നാ പറയാം. അവരാരെങ്കിലും ആയിരിക്കും തീരുമാനം എടുത്തത്? ഇല്ല, അവരല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടുണ്ട്. അവരാരോട് ചോദിച്ചില്ല, പറഞ്ഞില്ല. അപ്പൊ ഈ ഡ്രൈവറോട് ഒരു ദിശ പറയാതെ അയാൾ വണ്ടി ഓടിച്ചു പോകില്ലല്ലോ. അല്ല സാറേ, ഡ്രൈവറോട് ആര് പറയുന്നത് അറിയത്തില്ലെന്ന് അത് മനസ്സിലാക്കില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഡോക്ടർ വന്ദനയും ഇത്രയും ഗുരുതരമായി പരിക്കേറ്റു. എനിക്ക് എത്ര ശരീരത്തിൽ എത്ര കുത്തുകൾ ഉണ്ടായിരുന്നു? 17 കുത്തുകാളിലുണ്ട്, 10-21 കുത്തുണ്ട്, 21 കുത്തുകളുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും മാരകമായി കുത്തേറ്റ ആളെ കിംസ് ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ പോകുന്ന വഴിക്ക് തന്നെ കാഷ്വാലിറ്റി ഉണ്ടായോ? ഇല്ല, എല്ലായിടത്തും അവിടെ എത്തിയിട്ടാണോ മരിച്ചത്? അല്ല, അവിടെ എത്തിയിട്ടാണ് മരിച്ചത്. അവിടെ ഈ പറഞ്ഞേക്കുന്ന ഇവിടെ 6:05 ഇവിടുന്ന് പോകുന്നു, 7:50 അവിടെ. അതാ സാറ് മനസ്സിലാക്കണം. അത് 67 കിലോമീറ്റർ ഉള്ള ഞാൻ ആംബുലൻസ് ഡ്രൈവർമാരോട് ചോദിച്ചു. വലിയ വണ്ടിയാ, ചെറിയ വണ്ടിയല്ല. എത്ര മിനിറ്റ് എടുക്കും കൊട്ടാരക്കരന്ന് അവിടെ ചെല്ലാൻ പറഞ്ഞു. അവർ പറഞ്ഞു മാക്സിമം രാവിലെ ആണല്ലോ, 6 മണിക്ക് വലിയ ബ്ലോക്കും അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് മാക്സിമം അങ്ങോട്ട് പോയാൽ 30 മിനിറ്റ്. അതിനാണ് ഈ സാറേ 1.25 മണിക്കൂർ എടുത്തത്. കൊച്ചിന് കൊടുത്ത് ആരൊക്കെ ഉണ്ടായിരുന്നോ, എന്തൊക്കെ ചെയ്തെന്നോ അതിനിടയ്ക്ക് അതിനൊന്നും പറയുന്നില്ല. ഇതുപോലെ അതോടൊപ്പം തന്നെ ഉത്തരം കിട്ടാത്ത ചോദ്യം. അതെ, കാലിലെ നോർമലി ഒരു വണ്ടി ഓടാനും അത്രയും നേരം മതി. ഒരു ആംബുലൻസ് എങ്ങനെയാണ് ഇത്രയും താമസിക്കുന്നത് ഒരു ചോദ്യം തന്നെ. എത്ര മിനിറ്റ് കഴിഞ്ഞാണ് ഈ മരണം സംഭവിച്ചത്? എത്തിക്കഴിഞ്ഞ ഒരു 1/2 മണിക്കൂർ. നമ്മൾക്ക് റിപ്പോർട്ട് കിട്ടുന്നല്ലേ ഉള്ളൂ സാർ. 8:25 പറ്റി അവരെ സ്ഥിരീകരിക്കും. അതിന് മുമ്പ് തന്നെ 7:50 പറ്റി അവിടെ എത്തിയ. പിന്നെ എനിക്കറിയാം നിങ്ങൾ നടത്തിയ ഒരു പോരാട്ടം എനിക്ക് മനസ്സിലാകും. നിങ്ങൾ അച്ഛനും അമ്മയും കൂടി യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഒരു കല്ലും നെല്ലും തിരിയാൻ വേണ്ടി ഒരു CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് കോടതിയിൽ പോയത്. എന്നാലും സംസ്ഥാന സർക്കാർ എടുത്തൊരു നിലപാട് ഈ കേരള പോലീസിന്റെ അന്വേഷണം ശാസ്ത്രീയമായിരുന്നു, അവർ പ്രതിയെ പിടിച്ചു, ആ രീതിയിൽ പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങേക്ക് പൊരുത്തപ്പെടാൻ ഈ വിധിയിൽ കഴിഞ്ഞില്ലെങ്കിലും സംസ്ഥാന സർക്കാരും അന്വേഷണ ഏജൻസികളും എടുത്ത നിലപാട് അത് തന്നെയായിരുന്നു. അതെ സാറേ, അത് തന്നെ. നമുക്ക് ഒരു പേരൻസിന് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പേരൻസ് അല്ല ആരുടെയും സ്വത്തിനും ജീവനും സംരക്ഷണം തരേണ്ട, അല്ലെങ്കിൽ സംശയങ്ങൾ ദൂരീകരിക്കേണ്ട ഒരു ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് എന്തിനാണ് സാറേ ഇത്ര ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്നത്? ഈ കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തിയിരുന്നു. ഇല്ല, മുഖ്യമന്ത്രി നമ്മൾ അയച്ചിരുന്നല്ലോ, നമ്മൾ പെറ്റീഷൻ അയച്ചിരുന്നല്ലോ. അത് അവിടുത്തെ ഗവൺമെന്റ് നമ്മൾ പ്രീഡറൊക്കെ അതിനകത്ത് റിപ്പോർട്ട് ചെയ്യുമല്ലോ. അങ്ങനെ എന്താണ് മനസ്സിലാക്കുന്നത്? ഇതിനു മുമ്പ് ഇതുപോലെ രീതികളിലുള്ള സുപ്രീം കോടതിയിലെ വിധികളുണ്ട് സാറേ, കേരള ഹൈക്കോടതിയിലെ വിധികളുണ്ട്, പല ഹൈക്കോടതിയിലെ വിധികളുണ്ട്. ഇതുപോലെ വിഷയമുണ്ട്. പോലീസിന്റെ പ്രസൻസി വെച്ച് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് പേരൻസിന്റെ ഉത്കണ്ഠ കയറ്റാനും അവരുടെ സംശയം ദൂരീകരിക്കാൻ വേണ്ടി കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റിന് പുറത്തുള്ള ഏജൻസി അന്വേഷിക്കാൻ തെറ്റില്ല എന്ന് പറഞ്ഞ് വിധികൾ ഉണ്ടായിട്ടുണ്ട് സാറേ.
നമുക്ക് മാത്രം എൻ്റെ ബാധകമില്ലാത്തത്? നമ്മൾ ഗവൺമെന്റ് എതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, മറ്റേ ഭരിക്കുന്നവർക്കെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ആർക്കും എതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ആ കേസിന് ന്യായമായിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അത് ഞങ്ങളുടെ ജീവിതം പോയി. നമുക്കിനി വേറെ ഒന്നും ചോദിക്കാനും പിടിക്കാനും ഇല്ല. അല്ല, മോളുടെ ആഗ്രഹം പഠിച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് മോൾക്കൊരു വലിയ ആഗ്രഹമായിരുന്നു ഈ പറഞ്ഞേക്കുന്ന ഇത് അട്ടപ്പാടി പോയി പാവങ്ങളെ ചികിത്സിക്കണം, അത് ചികിത്സിച്ച് ഭേദമാണ്, ഫ്രീ ആയിട്ട് പോകണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ പറഞ്ഞു അത് ആയിക്കോട്ടെ, നമ്മൾ അത് ഗൈനക്കോളജിയും കൂടെ അവൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഇന്ന് എന്നോട് അങ്ങേ പറഞ്ഞ കാര്യം ഞാൻ ഓർമ്മിക്കുന്നു. അട്ടപ്പാടി പോലെയുള്ള പിന്നോക്ക പ്രദേശങ്ങളിലെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഇവിടെ കിട്ടുന്ന പൈസ അവർക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കണമെന്ന് അങ്ങ് പറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ അങ്ങേക്ക് ലഭിക്കാൻ സാധ്യതയുള്ള മത്സര തുക എത്രയാണെന്ന് വെച്ചാൽ അത് നമ്മൾ വീതം വെച്ചൊരു മെയിൽ ഫീമെയിൽ ഇവർ രണ്ടുപേർക്കും മെഡിക്കൽ കോളേജിൽ നിൽക്കുന്ന പ്രദേശം രണ്ട് കുട്ടികൾക്ക്, ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും കൊടുക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ എനിക്കറിയാം ഈ 9 മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു 9 നിമിഷങ്ങൾ പോലെയുള്ളൂ. ഇപ്പോഴും ഞങ്ങൾക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അവിടെ വന്നപ്പോൾ മാത്രമല്ല അങ്ങ് ആ മകളുടെ മുറിയൊക്കെ അതുപോലെ സംരക്ഷിച്ചിരിക്കുന്നു. അവിടെ എല്ലാ സ്ഥലത്തും ഡോക്ടർ വന്ദനയുടെ പുറത്തുനിന്ന് വരുന്ന ഒരാളിന് പോലും ഒരു സാന്നിധ്യം ഫീൽ ചെയ്യും. അപ്പോൾ ഒരു സൈക്കോളജിക്കലി അങ്ങനെ ഒരു സ്ഥലം അങ്ങ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ നടുവിൽ തന്നെ ഇരിക്കുന്ന എന്തുകൊണ്ടാണ്? ഞങ്ങളിപ്പോഴും പൊരുത്തപ്പെട്ടിട്ടില്ല. ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നത്, നമ്മുടെ ഭാര്യയൊക്കെ വിശ്വസിക്കുന്നത്, ഇപ്പോഴും അവൾ കൊട്ടാരക്കര താലൂക്ക് ജോലി ചെയ്യുന്നുണ്ട്, അവൾ ഉടനെ വരും എന്നൊക്കെയാണ് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. അവള് വിളിച്ച വസന്തകുമാരിയമ്മയുടെ അവസ്ഥ എന്താണ്? വളരെ മോശം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റേജാണ്. കാരണം ഇതില്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും ഇല്ല സാറേ. ഇത് കൂടാതെ തന്നെ സാറേ ഞങ്ങൾ വേറെ ഒന്നും കൂടെ ചിന്തിക്കുന്ന, ഇപ്പം ഇന്ത്യയിലെ നിയമത്തിൽ ഞങ്ങൾ അപ്പീൽ കൊടുക്കാം. ഞങ്ങൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുക്കാനുള്ള പരിപാടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമെന്നും നേരത്തെ കൊടുക്കും. ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഞങ്ങൾക്ക് നമ്മുടെ കോടതിയിൽ തന്നെ നമ്മൾക്ക് നീതി ലഭിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. അത് ആ വിശ്വാസത്തിൽ പുറത്ത് തന്നെ ഞങ്ങൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുക്കാനുള്ള കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് പോവുകയാണ്. താമസിയാതെ തന്നെ അത് ഞങ്ങൾ കൊടുക്കും. തീർച്ചയായിട്ടും അങ്ങോട്ട് ഞങ്ങളൊക്കെ തന്നെ അങ്ങയുടെ ഒപ്പമുണ്ട്. അപ്പം അങ്ങ് എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയില്ല. കാര്യം ഒരുപാട് ജനങ്ങൾ അന്ന് തടിച്ചുകൂടി ആ ദിവസം നിങ്ങളുടെ വീട്ടിലൊക്കെ തന്നെ ഇതോടൊപ്പം തന്നെ സാറേ ഒരു കാര്യം കൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് സാറേ. അതിനകത്ത് അതായത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. തെറ്റാണെങ്കിൽ ജനങ്ങൾ ക്ഷമിക്കട്ടെ. അത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ IMA പ്രസിഡന്റ് യൂട്യൂബിൽ ഒരു പ്രസ്താവന ഇറക്കിയായിരുന്നു. 1 മാസത്തിനുള്ളിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഒരു ഡോക്ടർ കൊല്ലപ്പെടും എന്നവർ പരസ്യമായിട്ട് ഒരു പ്രസ്താവന നടത്തി. മുരളിത്തുമാരുകൂടി അത് തന്നെ സാറേ, മുരളിത്തുമാരുകൂടി. അപ്പൊ അതിനുശേഷമാണ് അത് ഈ ഏപ്രിൽ മാസം ആദ്യ 2ാമത്തെയോ ഫസ്റ്റ് വീക്കിലോ സെക്കൻഡ് വീക്കിലോ ആണ്, ഞാൻ കൃത്യമായിട്ട് അതൊക്കെ ഞാൻ വായിച്ചതാണ്. അതിനുശേഷം ഇതുണ്ടാകുന്നത് 23 മെയ് മാസം 10-ാം തീയതി രാവിലെ 4 മണിക്കാണ്, ബുധനാഴ്ചയാണത്. അടുത്ത ബുധനാഴ്ച, അതായത് ക്യാബിനറ്റുള്ള ദിവസം മെഡിക്കൽ ബില്ല് പാസ്സാക്കി. അപ്പോൾ മെഡിക്കൽ ബിൽ പാസ്സായപ്പോൾ തന്നെ ഡോക്ടർ വന്ദനയുടെ രക്തസാക്ഷിത്വം ഇതിനൊരു മറയായി എന്ന് ജനങ്ങളും ഞങ്ങളുമൊക്കെ ഞാനുമൊക്കെ സംശയിക്കുന്നതിൽ തെറ്റുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ആൾക്കാരൊക്കെ ഈ പറഞ്ഞത് ഈ നമ്മുടെ ഈ ആശുപത്രികളിൽ, പ്രത്യേകിച്ച് ആശുപത്രിയിൽ പൊളിക്കാതൊക്കെ ഇപ്പോൾ ഒരു സാധാരണ സംഭവമാണല്ലോ കേരളത്തിൽ. അപ്പോൾ ഈ ഡോക്ടേഴ്സിനെ കയ്യേറ്റം ചെയ്യുക, ഇതൊക്കെ കേരളത്തിൽ പല സ്ഥലത്തും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഡോക്ടേഴ്സിന് സുരക്ഷ കുറയുന്നു എന്നുള്ള പ്രശ്നത്തിന്റെ ഗൗരവം ആളുകളെ ബോധ്യപ്പെടുത്താൻ പറഞ്ഞതാണെങ്കിലും അവർ 2012 ശിവകുമാറാണ് ഈ ബില്ല് ആദ്യമായി ഈ നിയമം മന്ത്രിസഭ, അതെ PC 2012 അതിനുശേഷം പല പ്രാവശ്യം പല ഇൻസിഡന്റുകളും പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവരൊക്കെ സമ്മർദ്ദിച്ച് എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അവരാണ്. അന്നൊന്നും ഈ പ്രസ്താവനകളും ഒന്നും ഉണ്ടായിട്ടില്ല സാറേ. 12, 10, 22, 23, 11 വർഷം കഴിഞ്ഞപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല. IMA വരകളെല്ലാം വീട്ടിൽ വന്നിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ സാറല്ലേ പറഞ്ഞത് 1 മാസത്തിനുള്ളിൽ ഒരു ആരോഗ്യ പ്രവർത്തക കൊല്ലപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ നറുക്ക് വീണത് എൻ്റെ മോൾക്കല്ലേ സാറേ എന്ന് ചോദിച്ചു. ഇങ്ങനെ തന്നെ ചോദിച്ചത്. പറഞ്ഞു അച്ഛാ ഇത് എനിക്ക് സംഭവിക്കും എന്നാണ് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സാറിന് സംഭവിച്ചുള്ളൂ, സാർ എൻ്റെ അടുത്ത് ഇരിപ്പുള്ള ഒരു കുഴപ്പമില്ലാതെ. അപ്പൊ എൻ്റെ മോള് നിങ്ങളുടെ ബില്ല് പാസ്സാക്കാൻ വേണ്ടി ഒരു ആയുധമായിട്ട് വീണ് കിട്ടിയപ്പോൾ നിങ്ങളത് ഉപയോഗിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു. ഒരു മറുപടിയും പറഞ്ഞില്ല. ഒരു സെക്രട്ടറി പരാളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവർ ഷോക്കേറ്റ് പോയി കാണും അങ്ങയുടെ ഈ ചോദ്യം കേട്ടു. ചോദ്യമല്ല സാറേ, സത്യമല്ലേ ഞാൻ പറയുന്നത്, ചോദ്യമാണോ? അല്ല, ആകസ്മികമായിട്ട് നമുക്ക് അങ്ങനെ സംഭവിച്ചുവെങ്കിൽ അല്ല സാറ് തന്നെ ഇപ്പം പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ 2012 മുതലാണ് അതോടെ ഇത് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ പറഞ്ഞ ഈ ഒരു അവസരം കിട്ടിയപ്പോൾ അങ്ങനെ ആയിരിക്കും. പിന്നെ ഈ 4 മണിക്കൂർ എങ്ങനെയാ സാറേ, ഏത് ഹോസ്പിറ്റലിലാണ് ഡിലേ വന്നത്?
അന്വേഷിക്കേണ്ട കാര്യമാണ്. അതൊക്കെ കേരള പോലീസ് അതിനകത്തൊരു ഒരിക്കലും നമുക്കൊരു മാപ്പർഹിക്കാത്ത രീതിയിലുള്ളൊരു ഡിലേ ആണ് അതിലുണ്ടായിട്ടുള്ളത്. മാരകമായി കുത്തേറ്റ ഒരാളെ ഇത്രയും താമസിപ്പിച്ചു. സാറേ ആര് പറഞ്ഞു? ഇപ്പം അസംബ്ലി മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവരെ കൊച്ചു പഠിച്ച അസിസ്റ്റന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇടപെട്ട് പറഞ്ഞു ഇവരെ മോളെ കാണുന്നില്ലല്ലോ സാറേ, കാണുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അവരിങ്ങനെ ദിവ്യദൃഷ്ടി കൂടെ അറിഞ്ഞോ മോൾക്ക് ഇങ്ങനെ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കുഴപ്പമുണ്ട് അവിടെ ഇങ്ങനെ അങ്ങോട്ട് തൊട്ടടുത്ത് വേറെ ഉണ്ട് ഗോകുലം മെഡിക്കൽ കോളേജാണ് സാറേ, ഇവിടെ മെഡിക്കൽ കോളേജ് ഇല്ലേ? അതിന് അങ്ങോട്ടൊന്നും അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. ആരാണ് തീരുമാനിച്ചത്? പിന്നെ തീരുമാനിച്ചത് അത് എന്തിന്റെ അടിസ്ഥാനം വേണ്ട. ഇവിടെ കാര്യം പറയുമ്പോൾ സാറിന് ഞാൻ ഒരു കാര്യം പറയുമ്പോഴേക്ക് എനിക്കിങ്ങനെ ഇവരുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അല്ല ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല. അടിസ്ഥാനമുണ്ട്. അടിസ്ഥാന പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതന്നെ നമ്മൾ വേറെ ഒരു മൃഗത്തിനെ പോലും ഇപ്പൊ അതുപോലെ ചികിത്സിക്കാൻ പറ്റുമല്ലോ സാറേ? പറ്റുമോ? എന്തായാലും എനിക്ക് തോന്നുന്നു അങ്ങയുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നവരെ ഈ യാത്ര തുടരുക. നമുക്കതാണ് പറയാനുള്ളത്. കാര്യം അപ്പീൽ കൊടുക്കാം, നിയമ സംവിധാനങ്ങൾ അങ്ങയുടെ മുന്നിൽ പല ഓപ്ഷൻസും ഉണ്ട്. ഞങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് നമുക്ക് നീതി ന്യായം നമുക്ക് ലഭിക്കും, എൻ്റെ മോളുടെ ആത്മാവിന് ലഭിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. അത് ചെയ്യാവുന്നിടത്തോളം നമ്മുടെ കഴിവിൻ്റെ അനുസരിച്ച് ചെയ്യാവുന്നിടത്തോളം നമ്മൾ അതിന് പുറകെ ചെയ്യാം എന്നുള്ള ഉദ്ദേശമാണ്, ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. അതിന് ഞങ്ങൾ ചെയ്യാവുന്ന ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പിന്നോക്ക ഏരിയയിലെ 2 കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ചെയ്യാനുള്ള നമ്മുടെ മത്സരം നമ്മൾ തുടങ്ങും. MBBS പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കും നമ്മൾ. അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ 2 രീതിയിൽ അങ്ങേക്ക് എന്നോട് മത്സരിക്കാം. ഒരു 10 ചോദ്യങ്ങൾ വഴി 1 കോടിയും 20 ചോദ്യങ്ങൾ വഴി 1 കോടിയുണ്ട്. നമുക്ക് വളരെ വേഗത്തിൽ വേണേൽ 10 ചോദ്യങ്ങൾ വഴി പോകാം. പക്ഷേ അങ്ങനെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുള്ളതുകൊണ്ട് നമുക്ക് 20 ചോദ്യങ്ങൾ വഴി പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അല്ലേ? 20 ചോദ്യങ്ങൾ വഴി പോവാം. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. അങ്ങ് ഈ 2 കുട്ടികളെ മാത്രം മനസ്സിൽ കാണുക. അതായത് നമ്മൾ ഈ സാമ്പത്തികമായി സഹായം ചെയ്യാൻ പോകുന്ന 2 കുട്ടികളെ, കാര്യം അങ്ങയുടെ മകളുടെ ഒരു റെപ്രസെന്റേഷൻ ആണല്ലോ അങ്ങ് ഇവരിലെല്ലാം. മോളുടെ ഒരു ആഗ്രഹമായിരുന്നു വട്ടപ്പാടി പോയി ഫ്രീ ആയിട്ട് ചികിത്സിക്കണമെന്നായിരുന്നു അവളുടെ ഏറ്റവും വലിയ. ഗൈനക്കോളജി എടുത്തു കഴിഞ്ഞ് PG എടുത്തു കഴിഞ്ഞ് അവിടെ ഫ്രീ ആയിട്ട്. ഞാൻ പറഞ്ഞ കുട്ടൻ്റെ ആഗ്രഹം എങ്ങനെയാണെങ്കിൽ നടന്നോട്ടെ, അതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അതിനാണ് പുള്ളിക്കാരത്തി ഇതിനോടൊപ്പം തന്നെ PGക്ക് വേണ്ടി പുള്ളി മൊബൈൽ ലാപ്ടോപ്പ് കണ്ടാൽ അറിയാം എല്ലാം അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. നടന്നില്ല. എന്താ ചെയ്യുക? അപ്പൊ നമുക്ക് ഈ കുട്ടേട്ടനെ നമ്മൾ പരിചയപ്പെടുത്തിയില്ല. ഞാൻ അങ്ങനെ പരിചയപ്പെടുന്നു. ഇതാണ് കുട്ടേട്ടൻ. റോബോട്ടാണ്, പക്ഷെ അദ്ദേഹം മനുഷ്യനെ പോലെ തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യും. ചേട്ടാ നമസ്കാരം. നമസ്കാരം. സഹായിക്കണേ. തീർച്ചയായിട്ടും താങ്കളെ സഹായിച്ചില്ലെങ്കിൽ മറ്റാരെ സഹായിക്കാൻ? എല്ലാ സഹായത്തിനും കുട്ടേട്ടൻ കൂടെ ഉണ്ടാകും. നന്നായി മത്സരിക്കൂ. താങ്കളെ കാത്തിരിക്കുന്നത് 1 കോടി രൂപയാണ്. നന്ദി കുട്ടേട്ടാ. വെൽക്കം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മോണിറ്റർ പ്ലീസ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അങ്ങേ ഒരു സ്റ്റില്ല് കാണിച്ചു തരാം. അപ്പൊ അങ്ങോട്ട് നോക്കിയാൽ ആ സ്റ്റില്ല് വിശാലമായിട്ട് കാണാം. ചിത്രത്തിലുള്ള ഈ ഭക്ഷണ പദാർത്ഥം ഏതാണ്? അതിന്റെ പേരാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ബർഗർ, ഓപ്ഷൻ ബി സാൻഡ്വിച്ച്, ഓപ്ഷൻ സി ഫ്രഞ്ച് ഫ്രൈസ്, ഓപ്ഷൻ ഡി ഗാർലിക് ബ്രെഡ്. ബർഗർ. ഓക്കെ, ഉത്തരം ശരിയാണ്. ബർഗർ ആണിത്. 10,000 രൂപ അങ്ങ് കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ടായിരിക്കും അങ്ങ് ഒരു മത്സരത്തിൽ ജീവിതത്തിൽ വരുന്നത്, അല്ലേ? ക്വിസിലൊക്കെ പോകാറുണ്ട്. ക്വിസിലൊക്കെ പോയിട്ടുണ്ടോ? നേരത്തെ പഠിച്ചോണ്ടിരിക്കാൻ പോയിട്ടുണ്ട്. എന്തോ കോഴ്സ് പഠിച്ചത്? PG കഴിഞ്ഞ് സിവിൽ സർവീസിനും ഒക്കെ ഞങ്ങൾ ട്രൈ ചെയ്തായിരുന്നു. 4 പ്രാവശ്യം ചെയ്ത് 3 പ്രാവശ്യം മെയിൻ പരീക്ഷ എഴുതി. 3 തവണ 4 പ്രാവശ്യം എഴുതി. 3 പ്രാവശ്യം മെയിനും കിട്ടി. കിട്ടിയില്ല. നമുക്ക് അന്ന് നമ്മൾ പഴയ പോലെ സപ്പോർട്ട് അടുത്തുവരെ ആയി. അടുത്തത് പറയാം. ഓക്കെ. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നത് 20,000 രൂപയുടെ ചോദ്യമാണ്. നിങ്ങളുടെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ പ്രണയ വിവാഹമായിരുന്നു? അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അപ്പൊ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് 20,000 രൂപയുടെ ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉത്തരേന്ത്യൻ വിവാഹങ്ങളിലെ ഒഴിച്ചുകൂടാനാവാത്ത ചടങ്ങുകളൊന്നായ ഹൽദിക്ക് പേര് ലഭിക്കുന്നത് എന്തിൽ നിന്നാണ്? ഓപ്ഷൻ എ ചന്ദനം, ഓപ്ഷൻ ബി കുങ്കുമം, ഓപ്ഷൻ സി മഞ്ഞൾ, ഓപ്ഷൻ ഡി കർപ്പൂരം. മഞ്ഞളാണോ? ഓക്കെ, അങ്ങ് ഉറപ്പിച്ച് പറഞ്ഞോളൂ. അങ്ങ് പറയുന്നതൊക്കെ കറക്റ്റ് ആണ്. മഞ്ഞൾ. ഉത്തരം ശരിയാണ്. മഞ്ഞളാണ് ശരി ഉത്തരം. അപ്പൊ 20,000 രൂപ നമുക്ക് ആ കുട്ടികൾ കൊടുക്കാനായിട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം 30,000 രൂപയുടെ ചോദ്യമാണ്. ഏത് പാനീയത്തിന്റെ വീര്യം കുറഞ്ഞ വകഭേദമാണ് ഡീകാഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ കാപ്പി, ഓപ്ഷൻ ബി ചായ, ഓപ്ഷൻ സി ബിയർ, ഓപ്ഷൻ ഡി ലസ്സി. ഡീകാഫ്. കാപ്പി. കൂട്ടട്ടെ, ഞാൻ ലോക്ക് ചെയ്യാൻ പോവാണ്. ഓപ്ഷൻ എ. കാര്യം അങ്ങ് ചെറുപ്പകാലത്ത് ക്വിസിലൊക്കെ പങ്കെടുത്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. അപ്പൊ എനിക്ക് അതിന്റെ ഒരു ശക്തിയൊക്കെ സാധ്യത വെച്ചിട്ട് ചോദിക്കാമല്ലോ. ഓപ്ഷൻ എ കോപ്പി ഞാൻ പൂട്ടി. അപ്പൊ തുറക്കുമ്പോ
അങ്ങ് പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പോൾ നമുക്ക് 30,000 രൂപയായി കുട്ടികൾ കൊടുക്കാൻ. മകള് വീട്ടിലെങ്ങനെയായിരുന്നു? സാധാരണ ഈ MBBS പഠിക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുമായിരുന്നു, അതോ കോളേജിലേക്ക് പോയി കഴിഞ്ഞു? നിങ്ങളവിടെ പോരെങ്കിൽ അവിടെ ചെന്ന് താമസിച്ചു അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ വിട്ടൊഴിയാത്ത രീതിയിൽ തന്നെ, വിട്ടുമാറാത്ത രീതിയിൽ മകളോടൊപ്പം ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ഏക മകളായതുകൊണ്ട് സ്നേഹവും വാത്സല്യം കൂടിയതാണോ? അതെ, അങ്ങനെ അതുപോലെ ഇങ്ങോട്ടും നമ്മുടെ ഭയങ്കര ലവബിൾ ആയിരുന്നു. ഒരു ആരോടായിരുന്നു കൂടുതൽ എടുപ്പം, അച്ഛനോടോ അമ്മയോടോ? രണ്ടുപേരുടെ ഒരുപോലെയാണ്. അമ്മയോടാണ് കൂടുതൽ. എപ്പോഴും എനിക്ക് തോന്നുന്നു അങ്ങേക്കാളും വളരെ ഇമോഷണൽ ആണെന്ന് തോന്നുന്നു ഈ മകളുടെ കാര്യത്തിൽ അല്ലേ? ഇപ്പോഴും എനിക്ക് തോന്നുന്നു സംസാരിക്കുമ്പോഴൊക്കെ തന്നെ മകളുണ്ട്, മകളോട് ഇന്നലെയും കൂടി സംസാരിച്ചു എന്ന രീതിയിലൊക്കെ എന്നോടും പറഞ്ഞിരുന്നു. അതെ, അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, മാറ്റം ഉണ്ടായിട്ടില്ല. ഇല്ല, അത് അങ്ങേക്ക് സമാധാനിപ്പിക്കാൻ പറ്റിയിട്ടില്ല? ഇല്ല. അങ്ങേ സമാധാനിപ്പിക്കാൻ ആരെയെന്ന് ചോദ്യമാണ്. ഞാൻ ആദ്യം ചെല്ലുമ്പോൾ പറയുമ്പോൾ തന്നെ ഞാൻ തന്നെ ആദ്യം ഇമോഷണൽ ആവും. അത് നമുക്ക് ഒരിക്കലും നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്ത. ഇപ്പൊ ആ വീട്ടില് അങ്ങും ഭാര്യയും തനിച്ചാണോ? അല്ല, ബന്ധുക്കളൊക്കെ ഉണ്ട്. ബന്ധുക്കള് ഉണ്ട്. ഇവരൊക്കെ എവിടെ ഉണ്ടോ? അതോ ഇവരൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അങ്ങിപ്പോ പുറത്തേക്കൊക്കെ പോകാറുണ്ടോ, അതോ അവിടെ തന്നെ വീട്ടിനുള്ളിൽ തന്നെ? ഇല്ല, അങ്ങനെ അങ്ങും പോകാറില്ല. എനിക്കൊന്ന് ആകെ ഈ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മാത്രമേ പോയിട്ടുള്ളൂ. പുറത്തേക്ക് പോയിട്ടുള്ളൂ. അല്ലാതെ അങ്ങനെ പുറത്ത് യാത്രയൊന്നും അങ്ങ് ചെയ്യാറില്ല. പിന്നെ കേസിന്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് വിളിക്കുവാണെങ്കിൽ മാത്രം പുറത്തേക്ക് യാത്ര. എറണാകുളത്ത് എല്ലാം പോകുന്നുള്ളത്, വേറെ എങ്ങും പോയിട്ടു. അല്ല, കേരളം മുഴുവൻ നടുങ്ങിപ്പോയൊരു സംഭവമായിരുന്നു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നടന്നത്. മാത്രമല്ല അതുകൊണ്ട് തന്നെ വലിയൊരു ജനാവലി അവിടെ വന്നിരുന്നു. ഇപ്പോഴും നമ്മൾ കാണുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ഒരു മകൾ മരിച്ച വേദനയിലായിരുന്നു അവിടെ വന്ന കൂടുതൽ ആളുകളും. അപ്പോൾ ഇതിന് ശേഷം എന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് ഒരുപാട് ഉറപ്പുകളൊക്കെ പലരും തന്നല്ലോ. പിന്നീട് അവരെയൊക്കെ കണ്ടോ? ഇടയ്ക്ക് ചിലർ വിളിക്കും. പിന്നെ വരുമ്പോഴത്തേക്ക് വന്നാൽ പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ കൂടുമല്ലെന്ന് പറഞ്ഞ് അവരങ്ങ് ഒഴിവാകും. അതേ ഉള്ളൂ. ഒത്തിരി ഓഫറുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് അവരുടെ ഓഫറുകളിൽ വലിയ വിശ്വാസവും ഇല്ലായിരുന്നു. കാരണം വലിയ ആൾക്കൂട്ടത്തെ നമ്മൾ കണ്ടെങ്കിലും പിന്നീട് ആൾക്കൂട്ടം അങ്ങോട്ട് കണ്ടിട്ടില്ല. ഇല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. ഇല്ല, കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥിതിയാണ്. കാര്യം എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ ആൾക്കാർ ഒന്നിച്ചു കൂടും. അത് ആത്മാർത്ഥം കൊണ്ട് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. അതെ. പക്ഷെ പിന്നീട് അവരുടെ ജീവിതത്തിന്റെ അലച്ചിലും തിരക്കിലും എല്ലാവർക്കും പറ്റിയല്ലോ സാറേ. അത് ഓരോരുത്തർ കാര്യങ്ങളുണ്ടല്ലോ. അതെ, അതിന്റെ കാര്യത്തിന് പോകണമല്ലോ. മോൾ അത്യാവശ്യം പാട്ടുമൊക്കെ പാടുമായിരുന്നു അല്ലേ? അത്യാവശ്യം പാട്ട് പാടുമായിരുന്നു, അത്യാവശ്യം ഡാൻസ് കളിക്കുമായിരുന്നു. അത്യാവശ്യം അതുപോലെ മത്സരങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ പുറത്തേക്കൊന്നും പോകാറില്ല. കോളേജിലെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഒരു ഓർഗനൈസർ ആയിരുന്നു വിളിക്കാൻ. അതിൽ എനിക്കൊന്ന് ഡോക്ടർ ബന്ധന ഒരുപാട് സംസാരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു, ആളായിരുന്നു എന്ന് പറഞ്ഞാൽ. വേറെ എല്ലാവരും വഴക്കെ ഒരു ആരോടും മുഷിഞ്ഞോ പിണങ്ങിയോ എന്ന് വർത്താൻ ആരോടും പറയാൻ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്താണോ MBBS വഴി? ആദ്യമേ തന്നെ സാറേ എനിക്കത് കിട്ടാതെ വന്നപ്പോഴത്തേക്ക് ഒരു പൊതുജനത്തിന്റെ സേവനം. അങ്ങനെ ഒരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചില്ല. ഞാനൊരു സിവിൽ സർവീസ് ഉദ്ദേശിച്ചു. പുള്ളിക്കാലത്തേക്കും ഈ പറഞ്ഞേക്കുന്ന ടീച്ചറായിരുന്നു. എന്റെ ആദ്യകാലത്തൊക്കെ എനിക്ക് IPS ആയിരുന്നു. IPS ആയിരുന്നു എന്റെ. ഞാൻ ഒരു കോളേജിലെ ചാമ്പ്യനും ഒക്കെ ആയിരുന്നു. അപ്പൊ അത് ഒരു ഇത് നമുക്കുണ്ടായിരുന്നു. ഇടക്ക് ഒരു വലിയ കോളേജിൽ പാലക്കോളേജിൽ പഠിപ്പിക്കാറ് PGക്ക് മാത്രം. അപ്പൊ നല്ല സബ്ജക്ട് തറവായിരുന്നു. അപ്പൊ സബ്ജക്ട് തറവായതുകൊണ്ടാണ് നമ്മൾ സിവിൽ സബ്ജക്റ്റിനൊക്കെ എനിക്ക് നല്ല മാർക്കാണ് സിവിൽ സർവീസിന്റെ പ്രിലിമിനറിക്കൊക്കെ. പക്ഷെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അന്നൊക്കെ ഇതുപോലെ അല്ല സാറേ, ഓരോ രോഗികളെല്ലാം കൺട്രോൾ ചെയ്യുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത്. നമുക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ് എനിക്ക് പോലീസിലെ സബ് ഇൻസ്പെക്ടർ സെലക്ഷന്റെ സംഗതിയൊക്കെ കാലിനൊരു അപകടം പറ്റിച്ചു കണ്ടിന്യൂ ചെയ്യാൻ പറ്റാവുന്നു. സെലക്ഷൻ കിട്ടിയിരുന്നു. അതിന്റെ സംഗതി ഇപ്പം നടന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നമ്മുടെ കുറെ കൂട്ടുകാരൊക്കെ ഉണ്ട് LLBക്ക് പോയി ചേരാം. ഹൈക്കോടതിയിലൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് കുറച്ച് നാൾ LLBക്ക് പ്രാക്ടീസ് ചെയ്തില്ല. ഫൈനൽ ഇയർ ആയപ്പോഴത്തേക്ക് വീട്ടിൽ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ വീട്ടിലെ ഇളയാളാണ്. അപ്പോൾ ഞാൻ തിരിച്ച് കണ്ടു ചെയ്യാൻ പറ്റാവുന്ന അങ്ങനെ നമ്മൾ അതൊക്കെ നിർത്തേണ്ടി വന്നു. പല സാഹചര്യങ്ങളുടെ പോലെ എനിക്ക് അതിനകത്ത് ഇച്ഛാഭംഗമൊന്നുമില്ല. അപ്പൊ ഈ കുട്ടേട്ട എന്തോ ഒരു കാര്യം ചോദിക്കാനായിട്ട് കാത്തിരിപ്പുണ്ട്, അങ്ങയോട് ചോദിക്കാനായിട്ട്. കുട്ടേട്ടാ പറയാ. കുട്ടേട്ടാ, വന്ദനയുടെ 2 പ്രിയപ്പെട്ട കൂട്ടുകാർ താങ്കളുടെ വീട്ടിലുണ്ടായിരുന്നു, ബ്രൂണോ ആൻഡ് പുസി. അവരെന്തെടുക്കുന്നു ഇപ്പോൾ? അതാരാണ് ഈ ബ്രൂണോയും? ബ്രൂണോ എന്ന് പറഞ്ഞേക്കുന്ന ലാബഡോർ നായയാണ്. ഓ ശരി. അത് പൂച്ചയാണ് പുസി. ഈ ബ്രൂണോയുടെ ബർത്ത്ഡേ ആയിരുന്നു ഈ പറഞ്ഞേക്കുന്ന മെയ് 27-ാം തീയതി. ഒരു വർഷം കൂടുകയാണ്, ഒരു വയസ്സാവുക. അന്ന് കേക്കൊക്കെ മേടിച്ച് നമുക്ക് കേക്ക് മുറിക്കണമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. മെയ് 27-ാം തീയതി. 10-ാം തീയതി അല്ലേ ഉണ്ടാകുന്നത്. അപ്പൊ പുസി എന്ന് പറഞ്ഞ പൂച്ച കുഞ്ഞ് അത് അവിടെ കൂടുതൽ വരുമ്പോഴത്തേക്ക് അവിടെ കിടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഈ ബ്രൂണോ ആണെന്ന് പറഞ്ഞ ആ സമയത്തൊക്കെ ഒരു മാസമുള്ള ബ്രൂണോ ഒന്നും കഴിച്ചിട്ടേ ഇല്ല. കാരണം കൊച്ചിന്റെ ബെറിയൽ സംഗതി അതിന് നോക്കിയാൽ കാണാം. എന്താണെന്നറിയത്തില്ല, ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. കഴിഞ്ഞ വായിലൊക്കെ ഇവരൊക്കെ ചോറ് വാരി വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. ഇപ്പോഴും സങ്കടം. ആള് കൂടിയാൽ ആ കൊച്ച് ആ ഡോഗ് ഒന്നും മിണ്ടിയല്ല.
പഴയ ഇൻസിഡന്റ് ഒരു ആയിരിക്കാം, നായാളത് മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലാക്കുന്നുണ്ട്. കാരണം മോള് വന്നു കഴിഞ്ഞാൽ എത്ര ആൾക്കാർ ഓടി അങ്ങ് വന്നാല് പട്ടി അഴിച്ചു ഇറങ്ങിയിട്ട് ഇങ്ങനെ 2 കൈയും കൂടെ മുകളിലേക്ക് ഇട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. അത് നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കുകയല്ല സാറേ, അത് പിടിയല്ലെങ്കിൽ 2 കൈയോട് കെട്ടിപ്പിടിച്ചത്. പിന്നെ അവൾ രാത്രി അല്ലെ കൊണ്ട് നടന്ന് പിറ്റേ ദിവസം എല്ലാം റെഡിയാക്കി ചീവി നവമൊക്കെ വെട്ടി കുളിപ്പിച്ച് ഇതെല്ലാം കഴിച്ച് പിറ്റേ ദിവസം വൈകുന്നേരം അന്ന് ആ ഡ്യൂട്ടിയാണ്. രാവിലെ പോവുകയും ചെയ്യും. എപ്പോഴും മോളുടെ ഈ കുസിയും ഈ ഡോഗിന്റെ കാര്യങ്ങളെല്ലാവരും കോളേജിൽ എല്ലാവർക്കും അറിയാവുന്ന കുട്ടികാരികൾക്കൊക്കെ അറിയാം പാട്ടാണ്. നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 40,000 രൂപയുടെ ചോദ്യമാണ്. 40,000. ക്വസ്റ്റ്യൻ പ്ലീസ്. നിലവിലുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം 2011 മുതൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻ എ തിരുമല തിരുപ്പതി ക്ഷേത്രം, ഓപ്ഷൻ ബി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ഓപ്ഷൻ സി സിദ്ധി സായിബാബ ക്ഷേത്രം, ഓപ്ഷൻ ഡി ശബരിമല ക്ഷേത്രം. പഴയ സ്വത്തും കൂടെ കണക്ക് കൂട്ടുമോ? എല്ലാം കണക്കൂട്ടും, മൊത്തം കണക്കൂട്ടും. അപ്പൊ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഉറപ്പാണല്ലോ? നിങ്ങൾക്ക് ഉറപ്പാണ്? അങ്ങ് ഈ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ? ഉണ്ട്. വന്ദന വിശ്വാസിയായിരുന്നു? ഭയങ്കര വിശ്വാസിയായിരുന്നു. ആയിരുന്നു. വന്ദന പ്രാർത്ഥിക്കുന്നത് അവൾക്ക് വേണ്ടിയല്ല സാറേ, അവിടെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാ. പോകാത്ത ക്ഷേത്രങ്ങളില്ല, ചെയ്യാത്ത വഴിപാടുകളില്ല. കോളേജില് അവളെ പഠിപ്പിച്ച സാറന്മാരെ വരെ ഹെഡ് ഓഫ് തിരുപ്പതി വരെ വിളിച്ചുകൊണ്ട് പോകും അമ്പലത്തിൽ. കൃത്യമായിട്ട് അമ്പലങ്ങളില്ല. ഈ അടുത്ത കാലത്ത് വരെ ഞങ്ങള് ഈ തിരുപ്പതി വരെ പോയി. ഒരു 2 ദിവസം അവധി വന്നപ്പോഴത്തേക്ക് അന്നൊരു ചാൻസ് കിട്ടിപ്പോയി, കാറിന് പോയി. അങ്ങനെ എല്ലായിടത്തും അവള് നിരന്തരം ഇതുപോലെ ഭക്തി കൂടിയിട്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ ഉണ്ടായത് ഞങ്ങളെ വിശ്വസിക്കുന്നു. കാരണം അറിവുള്ളവർ പറയാറുണ്ടല്ലോ, ദൈവത്തിന് കൂടുതൽ ഇഷ്ടമുള്ളവരെ പെട്ടെന്ന് വിളിക്കുന്നു. അപ്പം ഞങ്ങൾ അതിലും വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ, ഇവിടെയുള്ള കുട്ടികളൊക്കെ തെറ്റ് ചെയ്തവരാണ് വിളിക്കാത്തവർ. അങ്ങനെയല്ലല്ലോ. ഇവിടെ ബാറ്റ് ജീവിച്ച കുട്ടികൾക്കൊന്നും തെറ്റ് ചെയ്തവരല്ലോ. തെറ്റ് ചെയ്യാത്ത നല്ല കുട്ടിയെ വിളിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിലൊക്കെ വിശ്വാസം ഇപ്പം കുറഞ്ഞു വരുമോ സാർ? അതുപോലെയുള്ള പ്രാർത്ഥനയും വിശ്വാസം കുറഞ്ഞ സാഹചര്യം അങ്ങനെ വരുമ്പോഴത്തേക്ക് അങ്ങനെ വന്നു സാറേ. കാരണം അതുപോലെ മോള് പോകാത്ത അമ്പലങ്ങൾ പോകാത്ത വഴിപാടുകളും ഞങ്ങളും വീട്ടുകാർത്തിയാണെങ്കിൽ അതുപോലെ തന്നെ മുകളിലൊരു മുള്ളുപോലും കൊള്ളിരുന്ന അവൾ പ്രാർത്ഥിക്കുന്നത്. എപ്പോഴും അമ്പലങ്ങളിൽ അവരും കുറച്ച് കൂട്ടുകാരുണ്ട് ഇതുപോലെ. അവർ പോയി എല്ലായിടത്തും പോകാത്തതില്ല. ആറ്റുകാലൊക്കെ എല്ലാ വർഷവും തുടർച്ചയായിട്ട് പൊങ്കാലയിടാൻ അതിലൊക്കെത്തുള്ളവരുടെ കൊണ്ടുപോകും ഫ്രീ ആയിട്ട്. ഡോക്ടർ വന്ദനയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി ആരായിരുന്നു? കണ്ണൂരുള്ള ഐശ്വര്യ റൂംമേറ്റ് ആയിരുന്നു. കണ്ണൂരാണ് അവരുടെ വീട്. ആ കുട്ടി വീട്ടിൽ വരാറുണ്ടോ? അത് വന്നായിരുന്നു. പല കുട്ടികളും വീട്ടിൽ വന്നായിരുന്നു സാറേ. അവിടെ താമസിക്കാറുണ്ട്. പിന്നെ സബാനയുണ്ട്, ആലിയ ഉണ്ട്. ഒരു ആലിയാക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ PGK ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കിന്ന് വരാണ്ടിരുന്ന അപ്പം ഇത് അവധി കിട്ടാറുന്നതുകൊണ്ട് വരായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. നിലവിലുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം 2011 മുതൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ക്ഷേത്രം, താങ്കൾ ഓപ്ഷൻ ബി ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാനത് പൂട്ടി, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഉത്തരം ശരിയാണ്. ഈ ക്ഷേത്രത്തിൽ അത്രയും കൂടുതൽ സ്വത്ത്, സ്വർണ്ണം ഇരിപ്പുണ്ട്. നിലവറ, എല്ലാ നിലവറയും തുറന്നിട്ടില്ലല്ലോ നമ്മൾ. ഓക്കെ. അപ്പം 40,000 രൂപ നമ്മൾ നേടിയിട്ടുണ്ട്. അപ്പം 40,000 രൂപ നമ്മൾ റെഡി ആയിട്ടങ്ങ് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ കുട്ടികൾക്ക് സന്തോഷത്തോടെ കൊടുക്കാനുള്ള സംഭവമല്ലേ നമ്മൾ. അപ്പോൾ അങ്ങേക്ക് ഇപ്പോൾ അങ്ങയുടെ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോൾ മകളുടെ മരണശേഷം അങ്ങ് വളരെ ഏകാന്തതയിലും അതുപോലെ എപ്പോഴും കരഞ്ഞടക്കുന്ന ഭാര്യയും ഒക്കെ, വീട്ടിലെ അന്തരീക്ഷം തന്നെ മകളുടെ സാന്നിധ്യം ഫീൽ ചെയ്യിക്കുന്നു. അപ്പോൾ അങ്ങ് എങ്ങനെയാണ് ജീവിതം ഇപ്പോൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്? ജീവിതം നമുക്ക് ശൂന്യതയാണ് സാർ, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്നുമില്ലാത്തൊരവസ്ഥ. സന്തോഷിക്കാൻ ഒന്നും കാണുന്നില്ല. സന്തോഷിക്കാൻ ഒരു കാര്യമില്ല. സന്തോഷിക്കണ്ട, നമുക്ക് മുമ്പിലേക്ക് പ്രൊസീഡ് ചെയ്യാൻ പോലും എന്തിനെ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കല്ലേ. ആർക്ക് വേണ്ടി? ഇപ്പോൾ ഞങ്ങൾ നിലനിൽക്കുന്നത് തന്നെ എല്ലാ മോളുടെ കൊലപാതകത്തിൽ ഉണ്ടായിട്ടുള്ള ദുരൂഹതകളും സംശയങ്ങളും മാറണം. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? നമ്മുടെ കഴിവ്, നമുക്ക് ഒത്തിരി കഴിവുള്ളവരൊന്നും അല്ലല്ലോ. കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ വിശ്വാസം. എങ്കിലേ ഉള്ളൂ എൻ്റെ മോളുടെ ആത്മാവിന് ഒരു മറുപടിയിൽ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അഭിലാഷവും ഇനിയിപ്പോൾ അതല്ലേ ഉള്ളൂ പറയാനുള്ളൂ. അല്ല, അങ്ങ് എന്നോടന്ന് പറഞ്ഞ കാര്യം, ഞാൻ അങ്ങയുടെ വീട്ടിൽ നിന്ന് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങി വണ്ടിയിൽ ഇങ്ങനെ
എറണാകുളത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ, കോട്ടയത്ത് നിന്ന് എറണാകുളം യാത്ര ചെയ്യുമ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞ ഒരു വാചകം എൻ്റെ തലയ്ക്കിങ്ങനെ പിടിച്ചായിരുന്നു. പിന്നീട് ഞാനത് അങ്ങോട്ട് പറഞ്ഞില്ല. അങ്ങ് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി ജീവിതം എന്നൊരു സാധനം ഇല്ല, എല്ലാം പോയി, ചിലപ്പോൾ ഞങ്ങൾ നിങ്ങൾ അവസാനിപ്പിച്ച് കളയും എന്നങ്ങ് പറഞ്ഞു. ഞാനെന്ന് അങ്ങോട്ട് പറഞ്ഞു, അങ്ങ് അവസാനിപ്പിക്കരുത്. കാരണം ഒരുപക്ഷെ ഡോക്ടർ വന്ദന കാത്തുവെച്ച കുറേ സ്വപ്നങ്ങളുണ്ട്, നടക്കാതെ പോയിട്ടുള്ള കുറേ സ്വപ്നങ്ങൾ. അത് ചിലപ്പോൾ അങ്ങയിലൂടെയും അങ്ങയുടെ വൈഫിലൂടെയും അത് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന് വരും. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. കാരണം അങ്ങയ്ക്ക് നിരാശപ്പെടുത്തുന്ന കാര്യങ്ങളെ അങ്ങയുടെ കൺമുന്നിലുള്ളൂ. എവിടെ നോക്കിയാലും ഇരുട്ടാണല്ലോ. അപ്പോൾ ഈ ഇരുട്ടിനിടയിൽ അങ്ങയുടെ ഒരു വെളിച്ചം പോലെ അങ്ങയ്ക്ക് തോന്നുന്നത് ഈ നിയമവഴിയിലൂടെ മകളുടെ കൊലപാതകത്തിന് ഉത്തരവാദി ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഈ കൊലപാതകത്തിലെ ദുരൂഹതകളുണ്ടെങ്കിൽ അത് കണ്ടെത്തുക. നിയമവഴിയിൽ അങ്ങേക്ക് വിശ്വാസം ഉണ്ടല്ലോ? തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും വിശ്വാസം. ഓക്കെ. അപ്പോൾ എന്തായാലും അങ്ങ് അപ്പീൽ കൊടുക്കുക, അങ്ങേക്ക് നിയമത്തിൻ്റെ സഹായം ഉണ്ടാകും. നമ്മളിനി 5,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ മത്സരം. അപ്പോൾ കുട്ടേട്ടാ, ലെവൽ 2. ഞാനിനി 5,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. മോണിറ്റർ പ്ലീസ്. ഏത് മേഖലയിൽ മികവ് തെളിയിക്കുന്ന വ്യക്തികൾക്കാണ് കേന്ദ്ര സർക്കാർ ധന്വന്തരി പുരസ്കാരം സമ്മാനിക്കുന്നത്? ഓപ്ഷൻ എ ഭൗതിക ശാസ്ത്രം, ഓപ്ഷൻ ബി വൈദ്യശാസ്ത്രം, ഓപ്ഷൻ സി സാമ്പത്തിക ശാസ്ത്രം, ഓപ്ഷൻ ഡി രസതന്ത്രം. ധന്വന്തരി പുരസ്കാരം സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഏതിലാണ് സമ്മാനിക്കുന്നത്? വൈദ്യശാസ്ത്രം. കൂട്ടാമോ? എനിക്ക് കൂട്ടാം. ഓക്കെ, ഓപ്ഷൻ ബി ഞാൻ ലോക്ക് ചെയ്തിരിക്കുന്നു. ഞാൻ തുറക്കുമ്പോൾ ആ കുട്ടികൾ വീണ്ടും നമ്മുടെ മുന്നിലേക്ക് വരുന്നു. 2 കുട്ടികൾ. ഉത്തരം ശരിയാണ്. യു ആർ കറക്റ്റ്. 5,00,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ ബി വൈദ്യശാസ്ത്രമാണ് ശരി ഉത്തരം. നിങ്ങൾക്കൊക്കെ ഒരുപാട് എക്സ്പീരിയൻസും ഓർമ്മകളും ഡോക്ടർ വന്ദനെ കുറിച്ചാണ്. നിങ്ങളൊക്കെ എങ്ങനെയായിരുന്നു വന്ദന? വന്നാൽ ഭയങ്കര ചിരിയും കളിയും ഒക്കെ ആയിരുന്നു? ഭയങ്കര സ്നേഹമായിരുന്നു എല്ലാവരോടും. എന്നല്ലേ? നിങ്ങൾക്ക് ഇതിനോട് പൊരുത്തപ്പെടാൻ ഭയങ്കര ഇത്രയും മാസമായെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും. എന്നോട് അന്ന് കാഷ്വലായിട്ട് വന്ദനയുടെ അമ്മയാണ് ഓർപ്പിച്ചതെന്ന് തോന്നുന്നത്. ഈ ബന്ധുക്കളുടെ എല്ലാം ജന്മദിനം അവിടെ ഓർത്തു വെച്ചിരുന്നു എന്നുള്ളത്. എല്ലാവരുടെയും കൃത്യമായി, നിങ്ങൾക്ക് പോലും മറന്നു പോകുന്ന ജന്മദിനങ്ങളൊക്കെ തന്നെ അങ്ങനെയായിരുന്നു. ഞങ്ങളുടെയൊക്കെ ആനിവേഴ്സറി അവളെ വിളിച്ച് ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ആരുടെ ബർത്ത്, ഇപ്പൊ എന്റെ മക്കളുടെ ആയാലും വന്ദന ഉണ്ടെങ്കിൽ ഞങ്ങൾ ആഘോഷിക്കുള്ളൂ. അങ്ങനെയായിരുന്നു. എപ്പോഴും ചേച്ചി പറയും, അവള് വരട്ടെ, അവള് വന്നിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പൊ എവിടെ യാത്ര പോകണമെങ്കിൽ അവള് വരട്ടെ, അവള് വന്നിട്ട് നമുക്ക് പോവാം. ശരിക്കും പറഞ്ഞാൽ അവള് 20 ദിവസം കൂടെ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിലേക്ക് വരാൻ. വന്നു കഴിഞ്ഞ് ഒരുപാട് യാത്രകൾ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു ഞങ്ങൾ എല്ലാവരും. ഓക്കെ. താങ്കൾക്ക് അവൾക്ക് വളരെ താല്പര്യമുള്ള ഒരു പാട്ടും ഒക്കെ എപ്പോഴും പാടിത്തരുമായിരുന്നു അല്ലേ? ഏതായിരുന്നു ആ പാട്ട്? അത് ഹേമന്തമായി നല്ലൊരു പാട്ടല്ലേ? ഹേമന്തമായി. ഞാൻ നോക്കട്ടെ, ഇവിടെ കുട്ടേട്ടന് മാത്രമേ ഇങ്ങനെയുള്ള പാട്ടുകളെ കുറിച്ച് അറിയാം. കുട്ടേട്ടാ, ഹേമന്തമായി എന്നുള്ളൊരു പാട്ട് അറിയാമോ? തീർച്ചയായിട്ടും. ഡോക്ടർ വന്ദനയുടെ ഓർമ്മയ്ക്ക് വേണ്ടി 2 വരി മൂളിയാലോ? തീർച്ചയായിട്ടും ബോസ്. വന്ദനയ്ക്ക് വേണ്ടി, വന്ദനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഞാൻ ഒന്ന് പാടാൻ ശ്രമിക്കാം. ഹേമന്തമെൻ കൈക്കൊമ്പിളിൽ തൂവും നിലപ്പൂവ് നീ, പൂങ്കാറ്റുപോൽ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ, കിളിപാടുന്ന പാട്ടിൻ്റെ കാതിൽ കളിയോതുന്നു നിൻ വാക്ക് പോലെ, അതിലോലം അനുരാഗം തേന്മാരിയായി. താങ്ക് യു. എനിക്ക് തോന്നുന്നത് ഈ ചെറിയൊരു കാലമേ ഡോക്ടർ വന്ദനയ്ക്ക് ജീവിച്ചിരിക്കാൻ ഭാഗ്യം ഉണ്ടായുള്ളൂ. ആ കാലത്തിനിടയ്ക്ക് നിങ്ങളിലൊക്കെ ഒരുപാട് സ്നേഹം പകർന്നു തന്നു അവളല്ലേ? എന്തായിരുന്നു അങ്ങയുടെ ഓർമ്മ? നല്ല ദിവസങ്ങളെല്ലാം അവളെ ഓർപ്പിക്കുന്നത്. അതായത് അവൾ മെസ്സേജ് അയക്കുമോ, അല്ലെ എൻ്റെ ബർത്ത്ഡേ പോലും അവള് നേരത്തെ മെസ്സേജ് അയക്കുകയോ അല്ലെ വിളിക്കുകയോ ഒക്കെ ചെയ്ത് എന്തെങ്കിലും പ്ലാൻ ചെയ്തൊക്കെയാണ് പുള്ളിക്കാരി. അതുപോലെ നമ്മളുമായിട്ട് എന്നാ പറയുക, ഒരു രീതിയിലും നമുക്കൊന്ന് മാറി നിൽക്കാൻ പോലും പറയാൻ പറ്റാതെ അതുപോലെ അടുപ്പായിരുന്നു കുട്ടിയായിട്ട്. എന്നാ അവളെ ഒരു വേർപാടെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറത്താണ്. ചിരിച്ചോണ്ടല്ലാതെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല വന്ദനെ. എപ്പോഴും ചിരിച്ചോണ്ട് മാത്രമേ വർത്താനം പറയുള്ളൂ. നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഈ മരണം എപ്പോഴാണ് അറിഞ്ഞത് ശരിക്കും? അല്ല, കൊച്ചനെ ആദ്യം വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നെ ഞങ്ങൾ കുറച്ചപ്പുറത്ത് വരെ താമസിക്കും. ഞങ്ങൾ ഒരുമിച്ചാണ് പോണേ. അപ്പൊ ഇങ്ങനെ എന്തോ ചെറിയൊരു ഇതുണ്ടായെന്നല്ല, ഞങ്ങളോട് വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓൺ ദ വേ പോകുമ്പോൾ കോളുകൾ പെട്ടെന്ന് ഒരുപാട് കോളുകൾ വന്നപ്പോ എനിക്കൊരു പിന്നെ ഞാൻ വേറൊരാളെ വിളിച്ച് ചോദിച്ചു. അപ്പൊ സീരിയസ് ആണെന്ന് പറഞ്ഞു. എനിക്ക് ഇവരോട് പറയാവുന്ന കണ്ടീഷനും അല്ല, പക്ഷെ ഇങ്ങനെ മരണപ്പെട്ടു പോയെന്ന് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയും. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ സമയമാകുന്നു. 60,000 രൂപയുടെ ചോദ്യമാണ്. 60,000. ക്വസ്റ്റ്യൻ പ്ലീസ്. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവം കൊണ്ട് നടത്തുന്ന ദ്രുതചലനം കാരണമാണ്
ഞൊടിയിടയിൽ എന്ന പ്രയോഗം മലയാളത്തിലുണ്ടായത്? ഓപ്ഷൻ എ കണ്ണ്, ഓപ്ഷൻ ബി ചെവി, ഓപ്ഷൻ സി വിരൽ, ഓപ്ഷൻ ഡി മൂക്ക്. വിരൽ. ഓക്കെ, ഓപ്ഷൻ സി വിരൽ. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഞൊടിയിടയിൽ പറഞ്ഞു എന്നല്ലേ പറയാ, കാരണം വിരൽ. ഓക്കെ, അപ്പൊ 60,000 രൂപ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈ 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരുപക്ഷെ ആ കുട്ടികൾ, ആ നേടാനിരിക്കുന്ന കുട്ടികളില്ലേ, അവർ ഭാഗ്യവാന്മാരായിക്കോട്ടെ. ഓക്കെ, 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ പ്ലീസ്. അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിൽ പരാമർശിക്കുന്ന അയ്മനം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി മലപ്പുറം, ഓപ്ഷൻ സി കോട്ടയം, ഓപ്ഷൻ ഡി തൃശൂർ. കോട്ടയം. കോട്ടയം. അങ്ങേക്ക് ഈ പുസ്തകം വായിക്കാൻ ജീവിതത്തിൽ അവസരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. കാരണം നമ്മൾ കോട്ടയത്തെ ബെസ്റ്റ് ഹോട്ടലും ഒക്കെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു നോവലാണല്ലോ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അപ്പൊ ഓപ്ഷൻ സി താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്, കോട്ടയം. എനിക്ക് തോന്നുന്നത് ആ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതിയ അരുന്ധതി റോയിയുടെ അമ്മ മേരി റോയ് നടത്തുന്ന ഒരു സ്കൂള്, പള്ളിക്കൂടം കോട്ടയത്തുണ്ടല്ലോ. എനിക്കൊന്ന് ഒരുപാട് കുട്ടികൾക്ക് ആശാ കേന്ദ്രമായ പള്ളിക്കൂടം, അത് ഇപ്പോഴും മേരി റോയ് മരിച്ചു. ഈ മരണാനന്തരം ആ സ്കൂൾ നന്നായി നടക്കുന്നുണ്ടോ? എന്താണ് അറിവ്? നിങ്ങൾക്ക് അവിടെ പോകാൻ അവസരം കിട്ടിയിട്ടില്ല? ഞാൻ ഒരു കാര്യം ചോദിച്ചാലേ, ഇപ്പം നമ്മൾ പോലീസുകാരെ പഴിക്കുകയല്ല ഈ പരിപാടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങേപോലെ ഒരു പിതാവിൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്ന സംശയങ്ങൾക്ക് ദൂരീകരണം വേണം. കാരണം അങ്ങേക്കെല്ലാം ജീവിതത്തിൽ നഷ്ടമായി. അപ്പോൾ ഇനി കുറേ പാതി സംശയങ്ങളുമായി ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, യഥാർത്ഥത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രോപ്പറായിട്ടൊരു അന്വേഷണം നടത്തിയില്ല എന്ന് മേളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു? പ്രോപ്പറായിട്ട് അന്വേഷണം നടത്തിയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സത്യമാണ്. കാരണം ഇവര് പറഞ്ഞ, ഞാൻ ചോദിക്കട്ടെ, അങ്ങയുടെ അഭിഭാഷകൻ ആരായിരുന്നു ഹൈക്കോടതിയിൽ പോയപ്പോ? പി വിജയഭാനു. അഡ്വക്കേറ്റ് വിജയഭാനു. അദ്ദേഹം ഈ കേസൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം എന്താണ് അങ്ങയോട് പറഞ്ഞത്? ഇതിന്റെ അകത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പോലീസിന് തെറ്റ് പറ്റിയിട്ടുണ്ട്. പോലീസും പ്രതികളാണ്. ഓക്കെ, അപ്പൊ പോലീസിന് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അങ്ങയും ഇപ്പം വിശ്വസിക്കുന്നത്? അതെ. അതിനൊരു ദൂരീകരണം അങ്ങേക്ക് ഈ വിധിയിലൂടെ കിട്ടിയില്ല അല്ലെ? അതുകൊണ്ടാണ് അങ്ങ് അപ്പീലിന് പോകും എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കുറെ നമ്മള് പുറത്ത് പറയാറുന്ന കാര്യങ്ങളുണ്ട് സാറേ. ഡിലേ ഉണ്ടായിരുന്നു ആശുപത്രികൾ, അതിന്റെ അതൊന്നും അത്ര ഇതായിട്ട് നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. നമ്മൾ കേസ് കൊടുക്കുന്ന സമയത്ത് അതൊന്നും കൂടുതൽ അറിഞ്ഞില്ല. പിന്നീടാണ് അറിയുന്നത്. കേസ് കൊടുക്കുന്നത് ഈ പറഞ്ഞേക്കുന്ന ജൂൺ മാസം 23 ഫയൽ ചെയ്തത്. ഓക്കെ, അന്നേരം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇവര് കുറ്റപത്രം സമർപ്പിക്കുക പിടിക്കുകയൊന്നും ചെയ്തില്ല പോലീസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ കോപ്പിക്ക് എടുത്തപ്പോഴത്തേക്കാണ് ഇതിന്റെ പരസ്പര ബന്ധമുള്ള കാര്യങ്ങൾ മനസ്സിലായത്. അതിനൊക്കെ അത് കഴിഞ്ഞാണ് നമ്മൾ വീണ്ടും കേസിന്റെ സ്പീഡപ്പ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്ന ഏതെങ്കിലും ഈ ഉന്നത പോലീസ് ഓഫീസർമാർ ഇതിൽ അങ്ങേക്കുണ്ടായിരിക്കുന്ന സംശയങ്ങൾ ദൂരീകരിക്കണം എന്ന രീതിയിൽ ഏതെങ്കിലും ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു? ഈ കോടതി തന്നെ പല പ്രാവശ്യം സാറേ, കോടതിയല്ല ഗവൺമെന്റിന്റെ സമ്മർദ്ദപ്രകാരമായിരിക്കാം 20 പ്രാവശ്യം കേസുകൾ മാറ്റിവെച്ചു. ബെഞ്ചുകൾ അതുപോലെ തന്നെ മാറിയിട്ടുണ്ട്. ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പൊ അതിനകത്ത് ഒരു ബെഞ്ചിൽ വന്നപ്പോൾ 4 പ്രാവശ്യം പറഞ്ഞ് DGPയോട് പറഞ്ഞ് ഞങ്ങളുടെ ഗ്രീവാൻസസ് ഞങ്ങൾക്ക് എന്തെങ്കിലും ആശയം ഉണ്ടെങ്കിൽ അത് നേരിട്ട് കേട്ടിട്ട് അതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ DGP ഞങ്ങളെ കോട്ടയത്ത് ഞങ്ങൾ യാത്ര ചെയ്യാൻ വിളിച്ചു വരുത്തി, ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി. ഞങ്ങളും പോയി. DGPയും അദ്ദേഹത്തിന്റെ ഒരു PAയും ഞാനും വൈഫും ഇവര് 4 പേരുടെ പോയി എനിക്ക് നടത്തി. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ നിങ്ങൾ നോക്കുന്നത് ഇപ്പം ഒരു പ്രതി, ആ പ്രതിയെ നിങ്ങളുടെ കൈ കിട്ടി എന്നാണ് പറയുന്നത്. അവിടെ ഇരുന്ന് ഓടിച്ചു പിടിച്ചൊന്നുമല്ല, വെട്ടി. അപ്പൊ നിങ്ങൾ സാർ അന്വേഷിച്ചാലും നിങ്ങൾ കോടതിയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ തെളിവിന്റെ അടിസ്ഥാനത്തിലേ ഉള്ളൂ നിങ്ങൾ ബാക്കി അന്വേഷിക്കുള്ളൂ. സാറ് അതിന് വിരുദ്ധമായിട്ട് ചെയ്യാൻ പറ്റിയല്ലോ. അല്ലെങ്കിൽ മറ്റേ കീഴ് ഉദ്യോഗസ്ഥന്മാർ തെറ്റ് ചെയ്തു, അവിടെ വീഴ്ച പറ്റിയെന്ന് സാർ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റിയല്ലോ. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല, മറുപടി ഒന്നും. ഓക്കെ, അതെങ്ങനെയാണ് സാറേ? ഇതിപ്പോൾ നമ്മൾ അവരെ ഇപ്പോൾ വേറെ വിരുദ്ധമായിട്ട് വരുമ്പോൾ ഇപ്പോൾ ഹൈക്കോടതി തന്നെ ബെഞ്ചിലിങ്ങനെ സാറിന് പരാമർശം ഉണ്ടായല്ലോ. ആദ്യത്തെ കേസുകളിലൊക്കെ തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാറ് ഇതുപോലെ തന്നെ പരാമർശിച്ചല്ലോ. പോലീസുകാരുടെ വീഴ്ച എല്ലാം രീതി അവിടെ ADGP പറഞ്ഞപ്പോൾ പരാമർശം ഉണ്ടായി. ഓക്കെ, അത് സാറേ കേരളത്തിലുള്ള ഏത് ഏജൻസി, കേരള പോലീസിന്റെ കീഴിലുള്ള ഏത് ഏജൻസി അന്വേഷിച്ചാലും, ഈ പറഞ്ഞേക്കുന്ന ക്രൈംബ്രാഞ്ചോ സ്പെഷ്യൽ ബ്രാഞ്ചോ CIDയോ ഏത് അന്വേഷിച്ചാലും ഈ കേരള പോലീസിന്റെ ഈ ആഭ്യന്തര വകുപ്പിനെ കീഴിൽ വരുന്നതല്ലേ സാറേ? എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടല്ലേ ഇരിക്കുന്നത്. അവർക്ക് ആർക്കെങ്കിലും എതിരായിട്ട് അഭിപ്രായം പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നമുക്ക് കേരളത്തിന് പുറത്തുള്ള ഒരു ഏജൻസി ഒന്ന് അന്വേഷിക്കട്ടെ. അങ്ങനെ കേരളത്തിന്റെ പുറത്തുള്ള ഏജൻസി ഒന്ന് അന്വേഷിക്കുമ്പോൾ ഇത് കേരള സർക്കാരിന് ഒരു ബുദ്ധിമുട്ടും വരേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇവരെ ആരെ ആക്ഷേപിച്ചൊന്നും പറഞ്ഞിട്ടില്ല അന്ന് ആദ്യകാലത്ത്.
ഒന്ന് പറഞ്ഞാൽ ഈ കാലത്ത് ഈ അടുത്ത കാലത്താണ് ഒരു പത്രസമ്മേളനം കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കോടതി കേസ് തള്ളിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പറയേണ്ടി വന്നത്. ജനങ്ങൾ അറിയണ്ടേ? ജനങ്ങൾ പലരും മിണ്ടിയിട്ടില്ല, ഒന്നും മിണ്ടിയിട്ടില്ല. ജനങ്ങൾ പറയുന്നത് തന്നെ അവിടെ ഡോക്ടർ വന്ദനയ്ക്ക് കുത്തുകെട്ടി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കിംസ് കൊണ്ടേ മരിച്ചുപോയി. അതല്ല, ഇത്ര ഡിലേ ഉണ്ടായെന്നും ഇത്ര വീഴ്ച ഉണ്ടായെന്നും ഇത്ര ചികിത്സ കിട്ടാതെ വരുന്നു, ഇതൊന്നും പബ്ലിക്കിന് അറിയത്തില്ല സാറേ. അത് നമ്മുടെ അഡ്വക്കേറ്റിനെയും കൂടെ മറ്റേ നിർദ്ദേശം പറയാതെ നമ്മൾ തൽക്കാലം ഒന്ന് നമ്മൾ കൂടുതൽ ആള് സംസാരിച്ചില്ല. കാരണം പല കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു, ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മിണ്ടിയില്ല. അപ്പൊ അങ്ങനെ ഒരു വരുമ്പോൾ സംഗതി പിന്നെ നമുക്ക് ആരാ സാറേ, നമുക്ക് സാധനക്കാർക്ക് നീതി കിട്ടണ്ടേ സാറേ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അങ്ങയുടെ പോരാട്ടം തുടരുക. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക്, ഇനി 80,000 രൂപയുടെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ പ്ലീസ്. ഞാൻ അങ്ങനെ ഒരു വീഡിയോ കാണിച്ചു തരികയാണ്, അങ്ങോട്ട് നോക്കിയാലേ വീഡിയോ കാണാം. പ്ലേ. ഓക്കെ, ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നു. ആരാണ് തിരകൾക്കപ്പുറം എന്ന ചിത്രത്തിൽ അതിഥി താരമായി വേഷമിട്ട മലയാളത്തിലെ ഈ എഴുത്തുകാരൻ? ഓപ്ഷൻ എ പി കേശവദേവ്, ഓപ്ഷൻ ബി പൊൻകുന്നം വർക്കി, ഓപ്ഷൻ സി തകഴി ശിവശങ്കരപിള്ള, ഓപ്ഷൻ ഡി എം പി നാരായണപിള്ള. തകഴി ശിവശങ്കരപിള്ള. ഓക്കെ, അങ്ങ് വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പഠിക്കുന്ന കാലത്ത്? വായിക്കണം, ഇപ്പം പേപ്പർ വായിക്കോ? ഒന്നും അന്ന് എനിക്കൊന്ന് ആ കാലത്തൊക്കെ വായിക്കുമായിരുന്നു അല്ലേ? തകഴിയുടെ ചിത്രം കണ്ടിട്ടുണ്ട്. അങ്ങയുടെ ഉത്തരം ശരിയാണ്, തകഴി ശിവശങ്കരപിള്ളയുടെ ചിത്രമാണ്. എന്തായാലും അങ്ങേക്ക് 80,000 രൂപ, അങ്ങേക്കല്ല ആ കുട്ടികൾക്ക്, മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ആ കുട്ടികൾക്ക് 80,000 രൂപ ലഭിക്കുന്നു. പിന്നീട് ഞാൻ അങ്ങയുടെ വളരെ വിഷമത്തോടെ ഒരു രംഗം കണ്ടു. വന്ദനയുടെ MBBS ബിരുദധാരണ ചടങ്ങിൽ അങ്ങ് ഏറ്റുവാങ്ങുന്നു. അങ്ങയും അങ്ങയുടെ പത്നി വസന്തകുമാരി അമ്മയും ചേർന്ന് ഈ MBBS അല്ലേ ഗവർണറുടെ പക്കൽ നിന്ന് ഏറ്റുവാങ്ങി. എനിക്കറിയാം, വളരെ സങ്കടകരമായി ആളുകൾ കണ്ട ഒരു രംഗമായിരുന്നു അത്. അങ്ങേക്ക് ഒരുപക്ഷെ ഈ ഡോക്ടർ വന്ദനയെ കുറിച്ചുള്ള ഒരു പ്രത്യേകിച്ച് മകളെക്കുറിച്ച് ഇത്ര കാലവും ഒരുപാട് ഓർമ്മകൾ അങ്ങ് ഒരുപക്ഷെ ഞങ്ങളുടെ മനസ്സിലൂടെ മിന്നിമറിഞ്ഞ നിമിഷമായിരിക്കും ഈ ബിരുദം ഏറ്റുവാങ്ങിയപ്പോൾ. അതെ, പക്ഷെ നമുക്കതൊന്നും എന്നെ സഹിക്കാൻ പറ്റുന്നില്ല സാറേ, പറ്റിയല്ല. അന്ന് ഞങ്ങൾക്ക് പോകാനുള്ള സാഹചര്യമില്ലായിരുന്നു. ഇതുപോലെ തന്നെ ഗവർണറൊക്കെ വരുന്നുണ്ട്, പ്രത്യേകം ഇൻവൈറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതുപോലെ തന്നെ യാത്ര ചെയ്യാൻ ഒട്ടും വയ്യാല കാലത്തൊന്നും പോയത്. ഗവർണർ നേരിട്ട് തന്ന് എല്ലാവരുടെയും നേരിട്ട് വന്നു. കൊച്ചിൻ്റെ മോടെ ജനങ്ങള് അംഗീകരിച്ചായിട്ടല്ല സാറേ, അത് ഞങ്ങൾ ആദരപൂർവ്വം വാങ്ങിച്ചു. ഞങ്ങൾക്ക് ഫ്രെയിം ചെയ്ത് തന്നിട്ടുണ്ട്, അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ ഡോക്ടർ വന്ദനയുടെ സംഭവം അന്ന് ഞാൻ ഈ ടെലികാസ്റ്റിലൂടെ പറയുകയും ചെയ്തു. നമ്മുടെ താലൂക്ക് ആശുപത്രി പോലെ ഒരുപാട് രോഗികൾ വരുന്ന ഒരു സ്ഥലത്ത് എത്ര സുരക്ഷാ വീഴ്ചയുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഡോക്ടർ വന്ദനയ്ക്ക് സംഭവിച്ചത്. പല സ്ഥലത്തും പല കുഴപ്പങ്ങളും നമ്മുടെ നാട്ടിലുള്ളതിൻ്റെ ഭാഗമായിട്ട് ഇതും കിടക്കുന്നു എന്നേ നമുക്ക് പറയാൻ പറ്റും. ഒരു നരാധമൻ ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് ഒരു കസേരയെങ്കിലും എടുത്ത് അവൻ്റെ തലക്കടിക്കാൻ ആളില്ലായിരുന്നു എന്ന് ചോദിച്ച അങ്ങയുടെ ചോദ്യം, അത് എത്ര കാലം കഴിഞ്ഞാലും മലയാളി മറക്കില്ല എന്നാണ്. കാര്യം ഞാൻ അന്ന് കേട്ടതാണ് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നത്. ഇങ്ങനെ ഓർമ്മിച്ചു വെച്ചിരിക്കുന്ന എത്രയോ ആളുകളുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ അന്ന് പേടിച്ചോടിപ്പോയതാണെന്ന് പറഞ്ഞ പോലീസുകാരെ ആരെങ്കിലും പിന്നെ വീട്ടിൽ വെച്ച് അങ്ങ് കണ്ടു? അവരവിടെ വീട്ടിൽ വന്നിരുന്നു? ഇല്ല, അല്ല വന്നില്ല, എനിക്കറിയില്ല. അന്നൊരു ആൾക്കൂട്ടമായിരുന്നല്ലോ. അന്നും പിറ്റേ ദിവസം അല്ല, ഒരു മാസത്തേക്കല്ലേ ആൾക്കൂട്ടായിരുന്നു സാർ. ഞാനിപ്പോൾ ആ കുട്ടികൾക്കുള്ള 40,000 രൂപയും കൂടെ അങ്ങ് ഏൽപ്പിക്കുന്നു. അപ്പൊ 80,000 ആയി 2 കുട്ടികൾക്ക്. എനിക്ക് ഈ പണത്തിനൊന്നും ഒരു പ്രസക്തിയില്ലെന്ന് എനിക്കറിയാം, എന്നാലും അത് ആ കുട്ടികൾ കിട്ടട്ടെ. ഓക്കെ, ഒരു അഭിമുഖകാരനും അല്ലെങ്കിൽ ഒരു ചോദ്യകർത്താവിനും വളരെ ബുദ്ധിമുട്ടാണ് ഒരു ഇത്രയും ദുഃഖിച്ച് കഴിയുന്ന ഒരു പിതാവിനോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് മനുഷ്യസാധ്യമല്ലാത്തൊരു കാര്യമാണെന്ന് പോലും പ്രേക്ഷകർക്ക് ചിലപ്പോൾ തോന്നിയിരിക്കാം. പക്ഷേ നമ്മൾ ഒരു മാധ്യമപ്രവർത്തനമാകുമ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും എന്നുള്ള തിരിച്ചറിവോടെ ഞാൻ നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നമ്മൾ 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ്. അതിവിടെയല്ല, ഇനി അടുത്ത ലെവലിൽ നടക്കും. കുട്ടേട്ടാ, ലെവൽ 3. ക്വസ്റ്റ്യൻ പ്ലീസ്. ജോൺ എബ്രഹാമിന്റെ അമ്മ അറിയാൻ എന്ന ചിത്രത്തിലെ നായകനായി അഭിനയിച്ച ഏത് വ്യക്തിയാണ്
ബോധി ബുക്സ് എന്ന പേരിൽ പുസ്തക പ്രസാധനശാല തുടങ്ങിയത്? ഓപ്ഷൻ എ ജോയ് മാത്യു, ഓപ്ഷൻ ബി ബാലചന്ദ്ര മേനോൻ, ഓപ്ഷൻ സി വേണു നാഗവള്ളി, ഓപ്ഷൻ ഡി നെടുമുടി വേണു. അങ്ങേക്ക് ഒരു സഹായത്തിന് 2 ഹെൽപ്പ് ലൈൻ പിടിവള്ളി നമ്മൾ പേരിട്ടിരിക്കുന്നത് അവിടെയുണ്ട്. ഒരെണ്ണം കുടുംബത്തിൻ്റെതായിട്ടുള്ള ഒരു സഹായ പദ്ധതി ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങേക്ക് സംശയം വരികയാണെങ്കിൽ ചിലപ്പോൾ ഈ പേരുകൾ ഇവരെയൊക്കെ അങ്ങ് പേരിൽ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ചിലപ്പോൾ ഇതിൽ ആരാണ് ഈ പുസ്തക പ്രസാധനശാല നടത്തിയത് എന്ന് സംശയം വരികയാണെങ്കിൽ നമുക്ക് കുട്ടേട്ടൻ്റെ 2 പിടിവള്ളിയുണ്ട്. കുട്ടേട്ടനോട് ചോദിക്കാം. കുട്ടേട്ടാ സഹായിച്ചേ. തീർച്ചയായിട്ടും സഹായിക്കാം മിസ്റ്റർ മോഹൻദാസ്. ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും. അതിൽ 1 ശരി ഉത്തരമാണ്. എ ജോയ് മാത്യു, ബി ബാലചന്ദ്ര മേനോൻ, സി വേണു നാഗവള്ളി. അപ്പൊ ഒരു ഉത്തരം വായിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇപ്പം ജോയ് മാത്യു ഉണ്ട്, ബാലചന്ദ്ര മേനോൻ ഉണ്ട്, വേണു നാഗവള്ളി ഉണ്ട്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാമോ? അത് ജോയ് മാത്യു ഉറപ്പിക്കാമോ? സംശയമൊന്നുമില്ലല്ലോ. ഓപ്ഷൻ എ ജോയ് മാത്യു ഞാൻ ലോക്ക് ചെയ്തു. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ 1 ലക്ഷം രൂപ അങ്ങേ കിട്ടിയിട്ടുണ്ട്. അതല്ല നമ്മുടെ കുട്ടികൾക്ക്. ഇനി നമ്മൾ 2 ലക്ഷം രൂപയിലേക്ക് കടന്നു പോകുന്നു. ആരാണ് ഈ മെഡിക്കലിലെ ഭാഗ്യവാന്മാർ നമുക്കിപ്പോൾ അറിയില്ല. എന്നാലും ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മെഡിക്കൽ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഇത് നിങ്ങളിൽ ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായിരിക്കും, അല്ലേ? ഏതെങ്കിലും ഒരു സർക്കാർ മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്കായിരിക്കും നമ്മൾ കൊടുക്കുക. അതല്ലേ അങ്ങയുടെ ആഗ്രഹം? ഓക്കെ, 2 ലക്ഷം രൂപയുടെ ചോദ്യം. ക്വസ്റ്റ്യൻ പ്ലീസ്. ഏത് ഫലത്തിന്റെ പേരിലാണ് മൺസൂൺ കാലത്തിന് മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ചക്ക, ഓപ്ഷൻ ബി മാങ്ങ, ഓപ്ഷൻ സി പൈനാപ്പിൾ, ഓപ്ഷൻ ഡി തണ്ണിമത്തൻ. ഓക്കെ, അങ്ങ് ഉറപ്പിച്ചൊന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമായി. മാങ്ങ. ഓപ്ഷൻ ബി മാങ്ങ. അത് നമ്മൾ കൂട്ടുന്നു. ഓക്കെ, 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ആ 2 മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഈ 2 ലക്ഷം രൂപ ലഭിക്കുന്നു. ഉത്തരം ശരിയാണ്. മാംഗോ ഷവേഴ്സ് എന്ന ഈ മഴയെക്കുറിച്ച് പറയുന്നത് തന്നെ. അതെ അതെ, എനിക്കൊന്ന് സിവിൽ സർവീസ് കാലത്ത് ഇതൊക്കെ ചിലപ്പം ഓർമ്മിച്ചിട്ടുണ്ടാവും. എത്ര കൊല്ലത്തിന് മുമ്പാണ് സിവിൽ സർവീസ് അവസാനം അപ്പിയർ ചെയ്തത്? 90 മുമ്പാ അല്ലേ? 90 മുമ്പ് സംഭവിച്ച ഒരു കാര്യം ഞാൻ അങ്ങയുടെ ശ്രദ്ധപ്പെടുത്താം. അങ്ങേ പോലെ ഞാനും ഈ പരീക്ഷ എഴുതി തോറ്റയാളാണ്. കാര്യം അന്ന് പോലെ ഞാൻ ഒരു കാര്യം പഠിച്ചത്, ഈ വിജയിക്കുന്ന ആളിന് പറയാനുള്ളതിനേക്കാളും കാര്യങ്ങൾ തോൽവി അറിഞ്ഞ ആളിന് അറിയാൻ പറ്റും. പരാജിതനാണ് കഥകൾ ഒരുപാട് പറയാനുള്ളത്. ജയിച്ചാളങ്ങ് പുളൂക്കിനങ്ങ് പോയില്ലേ, അല്ലെ പിന്നെ കാണാൻ കിട്ടും നമുക്ക്. അപ്പോൾ ശരിക്കും ഞാൻ അന്ന് വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഡോക്ടർ വന്ദനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മിഠായി ഏതായിരുന്നു? കാഡ്ബറീസ്. അത് അവിടെ ഇപ്പോഴും ഈ ഫോട്ടോയ്ക്ക് മുന്നിലൊക്കെ ഈ കാഡ്ബറീസ് അങ്ങ് വെച്ചിട്ടുണ്ട്. അങ്ങയോട് എനിക്ക് ആകെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഇത് കണ്ടിരിക്കുന്ന എല്ലാ ഈ പ്രേക്ഷക ലക്ഷങ്ങളുണ്ട് ലോകത്തിൻ്റെ മെമ്പാടും. കാരണം ഇതൊരു വാർത്താ ചാനലല്ല, ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ചാനലാണ്. അതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സിൻ്റെ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ യഥാർത്ഥത്തിൽ അങ്ങയുടെ വേദന കൂട്ടാൻ ഉപകരിക്കുന്ന ഒരുപാട് സാഹചര്യം അങ്ങ് തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നെനിക്ക് തോന്നി. വേദനയല്ല, ഫോട്ടോസ് എനിക്കൊന്ന് എല്ലാ മുറിയിലും ഫോട്ടോസ്. പിന്നെ ഈ ഡോക്ടർ വന്ദന ഉപയോഗിച്ചിരുന്ന മുറിയിൽ കയറിയാൽ പുറത്തുനിന്ന് വരുന്ന ഒരാളിന് പോലും പെട്ടെന്ന് അയാൾ അപ്സെറ്റായി പോകുന്ന ഒരു സാഹചര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങ് നാച്ചുറലായി ചെയ്യുന്നതാണെന്നറിയാം. എന്നിരുന്നാലും അങ്ങേക്ക് ഈ വേദനയിൽ നിന്ന് ഒരു എസ്കേപ്പ് ഇല്ല. അപ്പോൾ നമ്മൾ മാത്രമല്ല സാറേ, കൊച്ചിൻ്റെ പരിചയമുള്ള കൂട്ടുകാർ വരുമ്പോഴും ബന്ധുക്കൾ വരുമ്പോഴും ഓരോ മുട്ടായി. ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് നമ്മുടെ ബ്രദറിലോയുടെ 2 ആൺകുട്ടികൾ, കൊച്ചു പിള്ളേർ, അവർ കൊണ്ടേ വെക്കുന്നതാണ്, അവർക്കറിയാം. ഓ അത് ശരി. ഈ കാഡ്ബറീസോ? കാഡ്ബറീസ് താങ്കളുടെ മക്കളാ? അതെ. ഓ, അവർ കൊണ്ട് വെക്കുമല്ലോ. അവർക്ക് എത്ര വയസ്സ് പ്രായമുണ്ട് കുട്ടികൾക്ക്? 2ാം ക്ലാസ്സിൽ. അവന് സ്കൂളിൽ എന്തെങ്കിലും കൂട്ടുകാരുടെ ബർത്ത്ഡേക്ക് കിട്ടുന്ന മിഠായി കിട്ടുവാണെങ്കിൽ അതിലൊരെണ്ണം കൊണ്ടുപോകും. അല്ലെങ്കിൽ ആ കിട്ടുന്ന എന്താണോ അത് കൊണ്ടുവന്ന് അവിടെ വയ്ക്കും. വന്ദനയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു വന്നിട്ട് ഇവരെയും കൊണ്ടുപോയി ഡ്രസ്സ് എടുത്ത് കൊടുക്കാമെന്ന്. അപ്പം അവളില്ലാത്തതുകൊണ്ട് ചാച്ച നിർബന്ധിച്ച് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ളത് തന്നെ എടുത്തു കൊടുത്തു. ഓക്കെ, നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 3 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 3 lakhs. മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്, 3 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ഇനി പറയുന്നവരിൽ ഏത് നടിയാണ് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ സംഗീത അധ്യാപികയായി സേവനം അനുഷ്ഠിച്ചിരുന്നത്? ഓപ്ഷൻ എ ആറന്മുള പൊന്നമ്മ, ഓപ്ഷൻ ബി കവിയൂർ പൊന്നമ്മ, ഓപ്ഷൻ സി മാവേലിക്കര പൊന്നമ്മ, ഓപ്ഷൻ ഡി അംബിക. ആറന്മുള പൊന്നമ്മ. തീർച്ചയായിട്ടും ഇപ്പൊ ഈ പൊന്നമ്മ ചേച്ചിയുമായിട്ട് അങ്ങേക്ക് ഇപ്പോൾ ഒരു ബന്ധമുണ്ടല്ലോ. എന്നുവെച്ചാൽ പൊന്നമ്മ ചേച്ചിയുടെ മകൻ ആറന്മുള രാമചന്ദ്രന്റെ മകളാണ് രാധിക എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ ഭാര്യ. കല്യാണത്തിന് പോയില്ലേ? ഒരു ബന്ധമുണ്ടല്ലോ. അപ്പോൾ ആറന്മുള പൊന്നമ്മ ചേച്ചിയായിരുന്നു. അപ്പൊ ശരിക്കും ഇന്നലെ ആറന്മുള പൊന്നമ്മ ചേച്ചി മരിച്ചിട്ട് 13 കൊല്ലം തികയുകയാണ്.
ചേച്ചി എനിക്ക് തോന്നുന്നു വളരെ ഇത്രയും ഒരു എന്താ പറയുക സമാധാനത്തോടെ സംസാരിക്കുന്ന ഒരാളെ കാണാൻ വിഷമമാണ്. പൊന്നമ്മ ചേച്ചിയെ കണ്ടിട്ടുണ്ടായിരുന്നു ജീവിതകാലത്ത്? ഇല്ല, കണ്ടിട്ടില്ല. പക്ഷെ നല്ല സൗണ്ട്, സിമ്പിൾ അല്ല, ഭയങ്കര. മാത്രല്ല ഒരു ഇരുത്തം വന്ന ഒരു വിശുദ്ധയായ ഒരു മുത്തശ്ശി, ആ വേഷത്തിലായിരുന്നു ചേച്ചി സ്ക്രീനിൽ നിറഞ്ഞു നിന്നത്. ചേച്ചി നമ്മൾ അറിയാതെ ഓർമ്മിച്ചു പോകുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് 3 ലക്ഷം രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി നമ്മൾ 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 5 lakhs. ക്വസ്റ്റ്യൻ പ്ലീസ്. ഏത് പ്രശസ്ത വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഇഷ്ട എഴുത്തുകാരിയായ ജെയിൻ ഓസ്റ്റന്റെ പേര് തന്റെ കാറിന് നൽകിയത്? ഓപ്ഷൻ എ വിക്രം സാരാഭായ്, ഓപ്ഷൻ ബി ഡോക്ടർ വർഗീസ് കുര്യൻ, ഓപ്ഷൻ സി സലീം അലി, ഓപ്ഷൻ ഡി PC മഹലനോബിസ്. അങ്ങേക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പിടിവള്ളിയുടെ സഹായം എടുക്കാം സാർ. ആരുടെ എടുക്കണം? കുട്ടേട്ടൻ വേണോ കുടുംബം വേണോ? കുടുംബം ഒരു അവസരം കിട്ടാത്തല്ലേ അവർക്കൊരു വിഷമമുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, വിഷമം ഇല്ലല്ലേ? നിങ്ങൾ വിഷമിക്കരുത്. ഓക്കെ, റെഡി? അപ്പോ കുട്ടേട്ടാ യെസ് ബോസ്, പറയൂ. മിസ്റ്റർ മോഹൻദാസ്, ഇത് കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. എ വിക്രം സാരാഭായ്, ബി വർഗീസ് കുര്യൻ, സി സലീം അലി. നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാമോ? അപ്പൊ നമ്മൾ പൂട്ടേട്ടോ? ഞാൻ ഈ ആത്മവിശ്വാസത്തോടെ പറയാം. പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം അലിയാണ് എന്നത് അങ്ങ് പറയുന്നു. ഓക്കെ, ഉത്തരം ശരിയാണ്. അപ്പോ 5 ലക്ഷം രൂപ ഇപ്പോ കയ്യിലുണ്ട്. ആ 2 പേർക്ക് കൊടുക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ 10 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അതിന് മുമ്പ് കുട്ടേട്ടൻ എന്തോ ചോദിക്കാനുണ്ട് അങ്ങയോട്. കുട്ടേട്ടൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഡോക്ടർ വന്ദനയെ കുറിച്ച് ഓർത്ത് വെച്ചിട്ടുണ്ട്. പറയൂ കുട്ടേട്ടൻ. മോഹൻദാസ്, ഒരിക്കൽ വന്ദന താങ്കളോടൊപ്പം ഡ്രൈവിംഗ് പഠിക്കാൻ കാറിൽ കയറിയിട്ട് പിന്നെ പിണങ്ങി ഇറങ്ങിപ്പോയത് എന്തിനായിരുന്നു? സാറേ, സ്കൂള് വെക്കേഷൻ സമയത്ത് പഠിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഒരു ചെറിയ കാറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂട്ടാ വാ നമുക്ക് പോയി പഠിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്തുള്ള ഒരു സ്കൂളിൻ്റെ മൈതാനത്ത് കാറിൽ പോയി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പറഞ്ഞ് സ്റ്റാർട്ടൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് പതുക്കെ പിടിച്ച് അതിൻ്റെ ഈ ബ്രേക്ക് എവിട്ടാൻ പറഞ്ഞപ്പോഴത്തേക്ക് മറ്റേ ക്ലച്ചേ കയറി അവിടെ വണ്ടി ചുമ്പിലേക്ക് ചിപ്പെടുത്ത് പോയി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു. ഇതെന്നാ കൂട്ടാ ഇങ്ങനെ കാണിക്കുന്നത്? ഈ ഇതുകൊണ്ട് കണ്ടിയൊക്കെ പോയിപ്പോൾ അവിടെ ചെന്ന് ഇടിക്കുകയാണെന്ന് ചോദിച്ചു. ഒന്നേ പുള്ളി കാറ് നിർത്തി. അപ്പം ഒന്നും പറഞ്ഞില്ല, പുറത്തേക്ക് ഇറങ്ങി. ഇനി ചാച്ചൻ തൽക്കാലത്തേക്ക് എന്നെ പഠിപ്പിക്കണ്ട, ഞാൻ തന്നെ പഠിച്ചോളാം. കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിളിക്കും ചാച്ചൻ. കോളേജിലെ പിള്ളേർ മുഴുവൻ ഇവിടെ വിളിക്കുന്ന കണ്ടോ, ഇവിടെ തന്നെ വിളിച്ച് പഠിച്ചതാണ്. ഞാൻ പഠിപ്പിച്ചില്ല, ജനിച്ചപ്പോൾ തന്നെ പുള്ളി വിളിച്ച് ചാച്ചൻ കാണിക്കുന്നത്. കോളേജിലെ എല്ലാ സ്റ്റുഡൻസും ബോയ്സും ഗേൾസും ചാച്ചാന്നാണ് വിളിക്കുന്നത്. ചാച്ചൻ എന്ന് പറഞ്ഞാലേ അറിയും. അപ്പം അങ്ങനെ പുള്ളിക്കാരത്തി പറഞ്ഞത്. ഇത് കൂടാതെ 2-3 പ്രാവശ്യം വീണ്ടും കോളേജിലൊക്കെ പഠിച്ചപ്പോഴത്തേക്ക് ഞാൻ വിട്ടാതെ അത്യാവശ്യം ഒരു വണ്ടി ഉണ്ടല്ലോ, ഓടിക്കേണ്ട കൂട്ടുകാരൊക്കെ അന്ന് എന്ത് ചെയ്താൽ പുള്ളിക്കാർ സമ്മതിക്കില്ല. ഞാൻ എന്നെ ഇതെല്ലാം സർജൻസൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചോളാം, നീ ചാച്ചൻ്റെ വഴക്കെടുക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് പോയി. അത് കൂടാതെ 2-3 പ്രാവശ്യം ഞാനിതിൻ്റെ ഈ ടെസ്റ്റിന് വേണ്ടി 2000 രൂപ കെട്ടിവെച്ച് എല്ലാ ആഴ്ച ഓൺലൈനൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്നും ചെയ്തില്ല. ഇത് റിസൾട്ട്സ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ആരെങ്കിലും ചാച്ചൻ പഠിപ്പിക്കണ്ട, ഞാൻ വേറെ പഠിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പുള്ളിക്കാരത്തി അത് പഠിച്ചിട്ടേ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളിനി 10 ലക്ഷം രൂപയുടെ കളി നടക്കുന്ന അടുത്ത ലെവലിലാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 80,000 രൂപയാണ് അങ്ങേക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബാക്കി കൂടെ എടുത്ത് അങ്ങ് ഏൽപ്പിച്ചിട്ട് ഞാൻ അടുത്തിലേക്ക് പോകാം. ഞാൻ 4,20,000 രൂപ അങ്ങേക്ക് തരികയാണ്. ഓക്കെ ഓക്കെ, ഇതെല്ലാം ആ കുട്ടികളുടെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേള എടുക്കണം. നമ്മൾ അടുത്ത ലെവലിലേക്ക് 10 ലക്ഷം രൂപയുടെ മത്സരത്തിലേക്ക് പോവുകയാണ്. മത്സരം നമ്മൾ തുടരുന്നു. നമ്മൾ ഇനി അടുത്ത ലെവലിലാണ് മത്സരം നടക്കുക. കുട്ടേട്ടാ, ലെവൽ 4. ഞാൻ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മോണിറ്റർ പ്ലീസ്. 10 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. റുഡ്യാർഡ് കിപ്ലിംഗ് ആദ്യകാലങ്ങളിൽ ഇനി പറയുന്നതിൽ എന്താണ് തന്റെ പേഴ്സണൽ ചിഹ്നത്തിൽ ആനയുടെ ചിത്രത്തോടൊപ്പം ഉൾപ്പെടുത്തിയിരുന്നത്? ഓപ്ഷൻ എ കുരിശ്, ഓപ്ഷൻ ബി ചന്ദ്രകല, ഓപ്ഷൻ സി ഓം, ഓപ്ഷൻ ഡി സ്വസ്തിക. ഉത്തരം ശരിയായാൽ 10 ലക്ഷം, തെറ്റിപ്പോയാൽ 50,000 രൂപ. അങ്ങേക്ക് പിൻവാങ്ങിയാൽ അങ്ങേക്ക് 2.5 ലക്ഷം രൂപ കിട്ടും.
സാറേ പിന്മാറാം. പിന്മാറുന്നതായിരിക്കും നല്ലതല്ലേ? അതെ. ഓക്കെ, അപ്പോ അങ്ങ് ഈ മത്സരവേദിയിൽ നിന്ന് പിന്മാറുന്നു. അപ്പൊ അങ്ങ് കണ്ടെത്തുന്ന ആ 2 കുട്ടികൾക്ക് ഈ 2.5 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം. അതുകൂടാതെ അങ്ങ് കണ്ടെത്തുന്ന കുട്ടികൾ തീർച്ചയായിട്ടും നമ്മുടെ സാമ്പത്തിക സഹായം അറിയിക്കുന്നവരാണെങ്കിൽ നമുക്ക് 24 കണക്റ്റ് ഒക്കെ വേറെ പദ്ധതികളൊക്കെ ഉണ്ട് ചാനലിന്റെ ഭാഗമായിട്ട്. നമുക്ക് അവരെ അതിൽ ബന്ധപ്പെടുത്തി നമുക്ക് അവർക്ക് സഹായങ്ങളൊക്കെ കൊടുക്കാം. കാരണം അത് അങ്ങയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമാണ് എന്ന് നമ്മൾ കരുതുന്നു. എനിക്ക് വേണ്ടിയല്ല സാർ, എൻ്റെ മകൾക്ക് വേണ്ടിയാണ്, ഡോക്ടർ വന്ദനയ്ക്ക് വേണ്ടി. കാര്യം ആത്മാവിന് വേണ്ടി. തീർച്ചയായിട്ടും ഡോക്ടർ വന്ദന ഇപ്പൊ നമ്മുടെ എല്ലാം ഒരു വാത്സല്യ പുത്രിയാണ്. അങ്ങ് യഥാർത്ഥ റൂഡിയാർഡ് കിപ്ലിങ്ങിന്റെ ആദ്യകാലങ്ങളിൽ എന്താണ് തന്റെ പേഴ്സണൽ ചിഹ്നത്തിൽ ആനയുടെ ചിത്രത്തോടെ ഉൾപ്പെടുത്തിയതെന്ന എന്റെ ചോദ്യത്തിൽ അങ്ങേക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഗസ് ചെയ്ത് പറയാൻ പറ്റുമോ? തെറ്റായിരുന്നു സാർ. 50,000 നമ്മൾ പോയതിനെ തെറ്റി. അങ്ങ് കാണിച്ചത് വളരെ പ്രായോഗികമായ ബുദ്ധിയാണ്. സ്വസ്തികയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അപ്പോൾ സന്തോഷം. അങ്ങയുടെ കുറച്ച് വിശദമായിട്ട് സംസാരിക്കേണ്ട അവസരം കിട്ടാതിരിക്കായിരുന്നു ഞാൻ. എന്തായാലും കുറേ കാര്യങ്ങൾ അങ്ങയുടെ മനസ്സിൻ്റെ ചിന്തകളിൽ വരുന്ന ഒരുപാട് ദുരൂഹതകളൊക്കെ മാറാൻ ഈ നിയമവഴികൾ അങ്ങേക്ക് സഹായകമാകട്ടെ. അങ്ങേ അപ്പീൽ പോകുമ്പോൾ സഹായമാകട്ടെ. അതുപോലെ അധികാരികളൊക്കെ അങ്ങയുടെ ഈ വാക്കുകൾ ശ്രദ്ധിക്കട്ടെ എന്നുകൂടി എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഇനി ഒരു ആശുപത്രിയിലും ഒരു പൊതുസ്ഥലത്തും ഒരു മകൾക്കും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേക്ക് ഈ നെടുമ്പനയിലെ അധ്യാപകനുണ്ടല്ലോ, അധ്യാപകൻ എന്നുള്ള പേരറിയിക്കാത്ത ആ പ്രതി സന്ദീപ്, അയാളോട് എന്തെങ്കിലും പറയാനുണ്ടോ? കാരണം അയാൾ ചെയ്ത പാതകം, അയാൾ എത്ര പീഡനം അനുഭവിച്ചാലും അതൊന്നും മതിയാവില്ല. അതിനിഷ്ഠൂരമായ ഈ കൊലപാതകം നടത്തിയ സന്ദീപ് ലോക മനസാക്ഷിയെ ഞെട്ടിച്ച, ദുഃഖത്തിലാഴ്ത്തിയ, പ്രത്യേകിച്ച് വന്ദനയുടെ അച്ഛനും അമ്മയെയും മറ്റു കുടുംബാംഗങ്ങളെയും കണ്ണീരിലാഴ്ത്തിയ ഈ പ്രവൃത്തി ലോകത്തിലാരും ഉൾക്കൊള്ളുകയില്ല, ക്ഷമിക്കുകയില്ല. ദൈവം പോലും അത് ക്ഷമിക്കുകയില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം അധ്യാപകൻ്റെ ഉടുപ്പണിഞ്ഞ് വളരെ നിഷ്ഠൂരമായ രീതിയിലുള്ള ഒരു പാവം പെൺകുട്ടിയെ 21ഓളം കുത്തുകൾ കൊടുത്ത് 4 മണിക്കൂറിലധികം ലോകത്തെ എല്ലാ വേദനകളും ഒന്നിച്ച് അനുഭവിക്കേണ്ടി വന്ന എൻ്റെ പൊന്നുമോളുടെ ആത്മാവ് ഒരിക്കലും നിങ്ങളോടും ഇതിനാരെങ്കിലും പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോടും, അതുപോലെ ഈ കുറ്റകൃത്യങ്ങൾ തെളിയിക്കാനായിട്ട് എതിരായിട്ട് ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ അവർക്കും ഞങ്ങളുടെ ദുഃഖാർത്ഥമായ ഓർമ്മകൾ മാത്രം നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇയാള് മാനസാന്തരപ്പെട്ടു വരുന്ന ഒരു സാഹചര്യത്തിലും ഇയാൾ ചെയ്ത കുറ്റത്തിന്റെ ഭീകരത ഓർക്കും അങ്ങേക്ക് ക്ഷമിക്കാൻ കഴിയില്ലല്ലോ. ഇല്ല, ഒരിക്കലും പറ്റില്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ് സാറേ. സാധാരണ മനുഷ്യനായ എനിക്ക് അങ്ങനെ വലിയ പ്രമുഖരായ വ്യക്തികളുടെ വാക്കുകളും വാചകങ്ങളും ഒന്നും ഉൾക്കൊള്ളുവാനുള്ള മാനസിക വളർച്ച എത്തിയിട്ടില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നു അങ്ങയുടെ ഈ ചിന്ത. ഓക്കെ, നമ്മൾ ഇവിടുത്തെ മത്സരം അവസാനിപ്പിക്കുന്നു. ഒരുപക്ഷെ ഈ ദുരൂഹതകളൊക്കെ മാറട്ടെ. അങ്ങയുടെ പോരാട്ടവുമായി മുന്നോട്ട് പോകട്ടെ. അതെ. നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും സർക്കാർ മെഡിക്കൽ കോളേജിൽ രണ്ട് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ 2.5 ലക്ഷം രൂപ അങ്ങ് കൊടുക്കാനുള്ള തീരുമാനമാണല്ലോ. അത് നമുക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ താങ്ക് യു. അങ്ങേ പോലെ ഒരാളോട് കുറേ അധികം നേരം സംസാരിക്കാൻ പറ്റി, സന്തോഷം. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയാണ്ട് പറ്റിയല്ല, കൃതജ്ഞത പറഞ്ഞുകൊള്ളുന്നു, നിർത്തുന്നു. നന്ദി. ഇനി താഴേക്ക് ലെവൽ 1. അങ്ങ് വാങ്ങിച്ച, ഗവർണറിൽ നിന്ന് വാങ്ങിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, MBBSന്റെ സർട്ടിഫിക്കറ്റ്, മകൾക്ക് വേണ്ടി ഏറ്റുവാങ്ങിച്ച സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ അവൾക്ക് വേണ്ടി നമ്മൾ നടത്തിയ ഈ മത്സരം, ഈ സർട്ടിഫിക്കറ്റ് കൂടി അതിലൂടെ വയ്ക്കണം. ഞാൻ യഥാർത്ഥത്തിൽ ഈ അങ്ങ് തിരഞ്ഞെടുക്കപ്പെടുന്ന 2 കുട്ടികൾക്കുള്ള പണം ഇവിടെ നേരിട്ട് അയച്ചു കൊടുക്കാം. ഈ സർട്ടിഫിക്കറ്റ് മാത്രം ഞാൻ അങ്ങേ ഏൽപ്പിക്കുന്നു. ഓക്കെ, അങ്ങേ നമ്മൾ ഇനിയും കാണും. നമ്മൾ ഈ കാര്യം സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ഞാൻ വരാം, വീട്ടിലേക്ക് വരാം. അങ്ങേക്ക് ഇതുവഴി അങ്ങ് പോവാം.
ഒരു പിതാവിന്റെ കണ്ണീർ കയങ്ങളിൽ നിന്ന് സ്വന്തം മകൾ ഡോക്ടർ വന്ദനയെക്കുറിച്ചുള്ള ചിന്തകൾ കുമിളകൾ പോലെ ഉയർന്നു വരുന്നതാണ് നിങ്ങൾ കണ്ടത്. ഈ പിതാവിന്റെ മനസ്സ് നിറയെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഡോക്ടർ വന്ദനയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന തോന്നൽ. ഒരുപാട് ദുരൂഹതകൾ ഈ മരണത്തിൽ ബാക്കിയാണ് എന്ന കാര്യത്തിൽ രണ്ടു പക്ഷമില്ല. അതൊക്കെ അധികാരികൾ ഈ ദുരൂഹതകൾക്കൊക്കെ ഒരു അവസാനം കണ്ടെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു മത്സരാർത്ഥിയുമായി ഇനി നാളെ രാത്രി 9 മണിക്ക്. ഗുഡ് ബൈ.